ലൂക്കാ സുവിശേഷം 24-ാം അധ്യായത്തില് സവിശേഷമായ ഒരു യാത്രയുടെ ഇതിവൃത്തമുണ്ട്. എമ്മാവൂസിലേക്ക് ജെറൂസലേം വിട്ടുപോകുന്ന 2 ശിഷ്യന്മാര്. അതിലൊരാളുടെ പേര് മാത്രം നമുക്കറിയാം വചനത്തിൽ നിന്നും, ക്ലെയോപ്പാസ്. മറ്റേയാളുടെ പേര് നമുക്കറിയില്ല. നമ്മുടെ പേര് തന്നെ അവിടെ വെക്കാം. കാരണം നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഒരു പരിച്ഛേദമാണ് ഇവരൊക്കെ. ഈ പ്രത്യേക സംഭവത്തിന് 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് അവിശ്വാസത്തിന്റെയും അന്ധതയുടെയുമായ ആദ്യ ഭാഗം. അതിന്റെ 2ാം ഭാഗം എന്ന് പറയുന്നത് വിശ്വാസക്കാഴ്ചയുടെയും ദൈവാനുഭവത്തിന്റെയും തലം. വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം, ജെറൂസലേം വിട്ടിട്ടാണ് ഇവര് എമ്മാവൂസിലേക്ക് പോകുന്നത്. 60 സ്ഥാദിയോൺ അകലെയുള്ള എമ്മാവൂസ് എന്ന ഗ്രാമത്തിലേക്ക് അവർ നടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഏതാണ്ട് 11 കിലോമീറ്ററോളം ദൂരം വരും. ജെറൂസലേം വിട്ടു പോവരുത് എന്നാണ് കർത്താവിന്റെ വചനം. ജെറൂസലേമിന് വലിയ പ്രാധാന്യമുണ്ട്. യഹൂദ ചിന്തയിലും യഹൂദ ആചാരത്തിലും യഹൂദ മനസ്സിലും ജെറൂസലേം എന്ന് പറയുന്നത് കർത്താവിന്റെ പട്ടണമാണ്, ദൈവത്തിന്റെ വാസസ്ഥലമാണ്. അപ്പൊ ദൈവത്തിന്റെ വാസസ്ഥലം വിട്ടു പോവാനായിട്ട് പാടില്ല, അവിടെ തന്നെ ആയിരിക്കുക എന്ന അപ്പസ്തോല പ്രവർത്തനത്തില് ഉദ്ധിതനായ മിശിഹായുടെ വാക്കുകളുണ്ട് ശിഷ്യന്മാരോട് പറയുന്നത്. നിങ്ങൾ ജെറൂസലേം വിട്ടു പോവരുത്. 1-ാം അധ്യായം 4-ാമത്തെ തിരുവചനം. ജെറൂസലേം ദൈവമേഖലയാണ് എന്നുള്ള ചിന്ത അവരുടെ മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്നു, യഹൂദരുടെ മനസ്സിൽ. ലൂക്കാ സുവിശേഷത്തിൽ ജെറൂസലേമിന് വലിയൊരു പ്രാധാന്യം വേറെ കൊടുക്കുന്നുണ്ട്. യഹൂദ ചിന്തയിൽ മാത്രമല്ല, സഭയുടെ പിള്ളത്തൊട്ടിലാണ്. സഭ പിറന്നു വീണത് ജെറൂസലേമിലാണ്. പന്തക്കുസ്ത അനുഭവം നടന്നത് മർക്കോസിന്റെ മാളികയിൽ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ജെറൂസലേമിലാണ് സംഭവിക്കുന്നത്. അങ്ങനെ സഭയുടെ പിറവി സംഭവിച്ച ജെറൂസലേം എന്ന് പറയുന്ന ആ പുണ്യഭൂമിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കേണ്ട നാളിൽ, ആഴ്ചയുടെ 1-ാം ദിവസം ഞായറാഴ്ച അതിരാവിലെ ഉദ്ധിതനായ മിശിഹ പ്രത്യക്ഷം നൽകി ആ ദിവസം തന്നെ അവര് ജെറൂസലേം വിട്ട് എമ്മാവൂസിലേക്ക് പോകുന്ന ഒരു സംഭവത്തിന്റെ പിന്നിൽ ഒരുപാട് സങ്കടങ്ങളുടെയും വേദനകളുടെയും ദുഃഖത്തിന്റെയും നിരാശയുടെയും അസ്വസ്ഥതകളുടെയും ഒക്കെ കഥയുണ്ട്. ജെറൂസലേം വിട്ടു പോകുന്ന വഴിയിൽ അവര് പരസ്പരം സംസാരിച്ചുകൊണ്ടും വാദിച്ചുകൊണ്ടും പോയിക്കൊണ്ടിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ സംസാരിക്കുകയും വാദിക്കുകയും തർക്കിക്കുകയും ചെയ്യുന്നത് അസ്വസ്ഥതകൾ ഉള്ളത് കൊണ്ടാണ്. ഈശോ അവരുടെ കൂടെ കൂടി യാത്ര ചെയ്യുന്നുണ്ട്, സഞ്ചരിക്കുന്നു. പക്ഷെ അവർക്ക് മനസ്സിലാകുന്നില്ല. ഉദ്ധാനം ചെയ്ത മിശിഹ കൂടെ നടന്നിട്ട് അവർക്കൊരു പിടുത്തവും കിട്ടുന്നില്ല. ഇതൊന്നും അറിയാത്ത അപരിചിതനാണോ നീ എന്നൊക്കെയാണ് അവർ തിരിച്ചു ചോദിക്കുന്നത്. ഇത്രയും ദിവസം, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ, ഈ 3 ദിവസം ഇവിടെ സംഭവിച്ച ഈ ദുരന്ത കഥയൊന്നും അറിയാത്തൊരു വിജാതീയനാണോ നീ എന്ന് തിരിച്ചു ചോദിക്കുകയാണ്. അപ്പൊ എന്തു കാര്യങ്ങളാണെന്നൊക്കെ ഈശോ ഒരു അപരിചിതനെ പോലെ തിരിച്ച് അവരോട് സംസാരിക്കുമ്പോൾ അവര് പറയുന്നു, ഞങ്ങളെ തന്നെ വിസ്മയിപ്പിച്ചു ഏതാനും സ്ത്രീകള്. ഇന്നു രാവിലെ അവര് മൃതശരീരം അടക്കം ചെയ്തിരുന്ന സ്ഥലത്ത് ചെന്നപ്പോൾ അവിടെ കണ്ടില്ല അവനെ. അവൻ ഉദ്ധാനം ചെയ്തെന്നൊക്കെ പറഞ്ഞ് ചില സ്ത്രീകൾ ഞങ്ങളെ വിസ്മയിപ്പിച്ചു കളഞ്ഞു. അപ്പൊ ഒരുതരം പരിഹാസത്തിന്റെ ചൊവ്വയിലുള്ള സംസാരമാണ്. തീരെ അവർക്ക് വിശ്വാസം വരുന്നില്ല. ഒട്ടും വിശ്വാസമില്ലാത്ത തരത്തില് ഒരു അവിശ്വാസത്തിന്റെ തരംഗം നന്നായിട്ട് അവിടെ ഉണ്ട്. ഈശോ അപ്പോൾ അവരോട് പറയുന്നു, ഭോഷന്മാരെ, തിരുലിഖിതങ്ങൾ ഗ്രഹിക്കാൻ സാധിക്കാത്ത വിധം ഹൃദയം മന്ദീഭവിച്ചവരെ എന്നാണ് അവരെ വിളിക്കുന്നത്. വളരെ ശ്രദ്ധേയമായ വിധത്തിൽ കർത്താവ് അവരുടെ അവിശ്വാസത്തെ കുറ്റപ്പെടുത്തുകയാണ്. അനോയത്തോസ് എന്ന് പറയുന്ന ഒരു വാക്കാണ് അതിന്റെ മൂലഭാഷയിൽ. അനോയത്തോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോധവും മനസ്സും ഒക്കെ അടഞ്ഞവര്, ബോധം നശിച്ച് മനസ്സില്ലാത്തവര്, അങ്ങനെയുള്ള ഒരു അന്ധത ബാധിച്ച ഒരവസ്ഥയിലാണ് അവർ ഭോഷന്മാരായിരിക്കുന്നത്. ഇങ്ങനെ വിശ്വാസം തകർന്ന ഒരവസ്ഥയിൽ നടന്നകലുന്ന, പടിഞ്ഞാറേക്ക്, കിഴക്ക് നിന്നും പടിഞ്ഞാറേക്ക് ദൈവമേഖല വിട്ടിട്ട് സ്വകാര്യതകളുടെ തന്നിഷ്ടങ്ങളുടെ മേഖലകളിലേക്ക് വിശ്വാസം നഷ്ടപ്പെട്ടവരായിട്ട് നടന്നകലുന്ന ഈ മനുഷ്യര് ഈ കാലഘട്ടത്തിന്റെ എന്നല്ല, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ പരിച്ഛേദമാണെന്ന് കാണാൻ പറ്റും. തമ്പുരാനെ മറന്നുകൊണ്ട് ജീവിക്കുക. യെശയ്യാ പ്രവചനം 1-ാം അധ്യായം 3-ാമത്തെ തിരുവചനം ഇങ്ങനെ പറയും, കാള അതിന്റെ ഉടമസ്ഥനെ അറിയുന്നു, കഴുത അതിന്റെ യജമാനന്റെ തൊഴുത്തും. എന്നാൽ ഇസ്രായേൽ ഗ്രഹിക്കുന്നില്ല, എന്റെ ജനം മനസ്സിലാക്കുന്നില്ല. ദൈവത്തിന്റെ ഒരു സങ്കടമാണിത്. തമ്പുരാന്റെ സാന്നിധ്യം കൂടെ ഉണ്ടായിരുന്നിട്ടും അവർക്കത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. കാളക്കറിയ അതിന്റെ ഉടമസ്ഥനെ, ഒരു മൃഗമാണത്, വലിയ ബുദ്ധിബോധമൊന്നും ഇല്ലാത്തൊരു മൃഗമാണ്. എന്നിട്ട് പോലും അതിന്റെ ഉടമസ്ഥനെ അതിനറിയാം. കഴുത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അശേഷം ബുദ്ധിയില്ലാത്തൊരു വർഗമാണ്.
കഴുതയ്ക്ക് പോലും അതിന്റെ യജമാനന്റെ തൊഴുത്തറിയാം. എന്നിട്ട് പോലും എന്റെ ജനത്തിന് എന്നെ അറിയാൻ പറ്റുന്നില്ല, എന്റെ ജനം എന്റെ സ്വരം ശ്രവിക്കുന്നില്ല, എന്നെ മനസ്സിലാക്കുന്നില്ല. ദൈവഹൃദയത്തിന്റെ വിങ്ങലാണ്, സങ്കടമാണ് പ്രവാചകന്റെ വാക്കുകളിലൂടെ ഇവിടെ വ്യക്തമാകുന്നത്. ഈ മനുഷ്യരുടെ കൂടെ കർത്താവ് തന്നെ ഉദ്ധിതനായവൻ യാത്ര ചെയ്തിട്ട് അവരെ തന്നെ അവർ ശ്രദ്ധിച്ചിട്ടുള്ളതാണ് 2-4 ദിനങ്ങൾക്ക് മുമ്പൊക്കെ. ഈ കർത്താവിന്റെ സാന്നിധ്യം കൂടെ ഉണ്ടായിട്ടും അവർക്ക് ഗ്രഹിക്കാനാവാത്ത വിധം അവിശ്വാസത്തിന്റെ ഒരു മാറാല വീണ് അവരുടെ മനസ്സും ഹൃദയമെല്ലാം അടഞ്ഞുപോയിരിക്കുകയാണ്. ഈ സങ്കടം തമ്പുരാൻ എന്നെയും നിങ്ങളെയും നോക്കിയിട്ട് ഇന്ന് പറയാനുണ്ടോ എന്ന് നമ്മൾ ബോധപൂർവം ആത്മപരിശോധന ചെയ്യണം. എന്റെ ജനം എന്നെ ഗ്രഹിക്കുന്നില്ല, എന്നെ ശ്രവിക്കുന്നില്ല, എന്നെ തിരിച്ചറിയുന്നില്ല. അവരുടെ കണ്ണുകൾ അവിശ്വാസം കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ തമ്പുരാനോടൊപ്പം ജീവിക്കുന്നവരാണെന്ന് വിചാരിക്കുന്നവരാണ്. മാമോദീസ മുങ്ങി, കൂദാശകൾ സ്വീകരിക്കുന്നു, പരിശുദ്ധ കുർബാന അർപ്പിക്കുന്നു, വചനം ശ്രവിക്കുന്നുണ്ട്, പ്രാർത്ഥനയുണ്ട്, കുടുംബ പ്രാർത്ഥനയുണ്ട്. ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടും കർത്താവിനെ കാണാനുള്ള കണ്ണുണ്ടോ, അവനെ കേൾക്കാനുള്ള കാതുണ്ടോ എന്റെ ജീവിതയാത്രയില്? ഈ മനുഷ്യജന്മം ഒരു തീർത്ഥാടനമാണ്. ഒരു തീർത്ഥാടനത്തിന്റെ ഇതിവൃത്തം വേദഗ്രന്ഥത്തില് ഉടനീളമുണ്ടെന്ന് നമുക്കറിയാം. ഇസ്രായേൽ ജനം മരുഭൂമിയിലൂടെ 40 സംവത്സരങ്ങൾ യാത്ര ചെയ്ത് വാഗ്ദത്ത ഭൂമിയിലേക്ക് പോയതിന്റെ അനുഭവങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട് പുറപ്പാട് പുസ്തകത്തില്, ആവർത്തന പുസ്തകത്തിലൊക്കെ. അപ്പൊ ഒരു യാത്രയുടെ ഇതിവൃത്തം കിടപ്പുണ്ട്. ഇത് മനുഷ്യജീവിതത്തിന്റെ കഥയാണ്. നിത്യതയിലേക്ക് യാത്ര ചെയ്യുന്നവരാ നമ്മളൊക്കെ. ദൈവത്തിൽ നിന്നും ഈ ഭൂമിയിലേക്ക് പിറന്നു വീണിട്ട് മാതാപിതാക്കളിലൂടെ ഇനി നമ്മുടെ യാത്ര നിത്യതയിലേക്ക് തന്നെയാണ്. അപ്പൊ ഈ യാത്രക്കിടയില് ജീവിതങ്ങളുടെ വൈവിധ്യമാർന്ന അനുഭവങ്ങളുടെ നടുവില് എനിക്ക് കർത്താവിനെ കാണാൻ പറ്റുന്നുണ്ടോ, അവന്റെ ഉദ്ധിത സാന്നിധ്യം തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ? ഇതുപോലെ എനിക്ക് അവസരങ്ങൾ കിട്ടിയിട്ടും തിരുസഭയുടെ മകനും മകളുമായിരുന്നിട്ടും എനിക്ക് കർത്താവിനെ അറിയാൻ പറ്റുന്നുണ്ടോ എന്നുള്ള വളരെ ചങ്കുലയ്ക്കുന്ന ഒരു ചോദ്യം ഈ രാത്രിയിൽ എന്നോട് കർത്താവ് ആവശ്യപ്പെടുന്നുണ്ട്. ചോദിക്കുക. കർത്താവ് എന്നെ വെല്ലുവിളിക്കുന്ന ഒരു ചോദ്യമാണിതെന്ന് ഓർത്തിരിക്കണം പ്രിയപ്പെട്ടവരെ. ജെറമ്യാ പ്രവാചകൻ 13-ാം അധ്യായം തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. ജെറമ്യാ പ്രവാചകന്റെ 2-ാം അധ്യായം 13-ാമത്തെ തിരുവചനം, ജെറമ്യാ 2:13 തിരുവചനം പറയുന്നു, എന്റെ ജനം 2 തിന്മകൾ പ്രവർത്തിച്ചു. ജീവജലത്തിന്റെ ഉറവയായ എന്നെ അവർ ഉപേക്ഷിച്ചു. ജലം സൂക്ഷിക്കാൻ കഴിവില്ലാത്ത പൊട്ടക്കിണറുകൾ കുഴിക്കുകയും ചെയ്തു. പ്രവാചകനിലൂടെ ദൈവം സംസാരിക്കുകയാണ്. എന്റെ ജനം 2 തിന്മകൾ പ്രവർത്തിച്ചു. ജീവജലത്തിന്റെ ഉറവയായി എന്നെ അവർ ഉപേക്ഷിച്ചു. ജലം സൂക്ഷിക്കാൻ കഴിവില്ലാത്ത പൊട്ടക്കിണറുകൾ കുഴിക്കുകയും ചെയ്തു. അപ്പൊ ദൈവത്തെ ഉപേക്ഷിച്ചു എന്നുള്ള ദൈവത്തിന്റെ സങ്കടം, ദൈവത്തിന്റെ ജനം, ദൈവത്തെ അറിയാൻ അവസരം കിട്ടിയ ജനം ദൈവത്തെ മാറ്റി നിർത്തി ദൈവത്തെ ഉപേക്ഷിച്ചു. ആദിപാപത്തിന്റെ അനുഭവങ്ങൾ തന്നെയാണിത്. ആദിമ പറുദീസായിൽ സംഭവിച്ചത് മറ്റൊന്നുമല്ല. ദൈവത്തെ പോലെ ആകാൻ ആഗ്രഹിച്ചുകൊണ്ട്, ദൈവത്തിന്റെ സ്ഥാനം ഏറ്റെടുക്കാൻ ശ്രമിച്ചുകൊണ്ട് അഹന്തയുടെ ആദിപാപം, നന്മതിന്മകളുടെ അറിവിന്റെ വൃക്ഷത്തിന്റെ പഴം പറിച്ചു കഴിക്കരുത് എന്ന ദൈവകൽപ്പന. പറുദീസയുടെ നടുക്കുള്ള ഒരു വൃക്ഷത്തിന്റെ പഴം മാത്രം പറിച്ചു കഴിക്കരുത്, ബാക്കിയെല്ലാം കഴിക്കാം, അത് മാത്രം പറിക്കാൻ പോയി. എന്നിട്ട് നന്മതിന്മകളുടെ അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം ആലങ്കാരികമായിട്ടും അതുപോലെ തന്നെ അതിന്റെ വ്യംഗ്യാർത്ഥത്തിലും ഒക്കെ നമ്മളിത് മനസ്സിലാക്കണം. കഥാരൂപത്തിൽ ആവിഷ്കരിച്ചിരിക്കുന്ന ഒരു വചനഭാഗമാണ്. അതിന്റെ അർത്ഥതലത്തിലേക്കാണ് നമ്മൾ ഇറങ്ങിച്ചെല്ലേണ്ടത്. എന്താണ് ഈ നന്മതിന്മകളുടെ അറിവിന്റെ വൃക്ഷം? നന്മയും തിന്മയും തിരിച്ചറിയുന്നത് ദൈവം നൽകുന്ന മാനദണ്ഡമോ അവിടുത്തെ വചനമോ അവന്റെ ഹിതമോ അല്ല, മറിച്ച് ഞാനാണത് തീരുമാനിക്കുന്നത് എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് ഒരാൾ എത്തിച്ചേരുന്നു. അതാണ് നന്മതിന്മകളുടെ അറിവിന്റെ വൃക്ഷത്തിന്റെ പഴം ഞാൻ പറിച്ചു കഴിച്ചെന്ന് പറഞ്ഞാൽ ഞാനാണ് നന്മതിന്മകളെ വ്യവച്ഛേദിക്കുന്ന മാനദണ്ഡം എന്നർത്ഥം. അപ്പൊ നന്മതിന്മകളെ വ്യവച്ഛേദിക്കുന്ന മാനദണ്ഡം ദൈവത്തിന്റെ വചനമല്ല, ദൈവത്തിന്റെ ഹിതമല്ല എന്ന് വിചാരിച്ചുകൊണ്ട്, തെറ്റിദ്ധരിച്ചുകൊണ്ട് എന്നെ ഞാൻ ദൈവസ്ഥാനത്ത് പ്രതിഷ്ഠിക്കുമ്പോൾ ഞാൻ ദൈവത്തെ പുറന്തള്ളി, ദൈവത്തിന് പുറം തിരിഞ്ഞു, ദൈവത്തെ ഉപേക്ഷിച്ചു. ഈ ജനം എന്നെ ഉപേക്ഷിച്ചു. പ്രിയപ്പെട്ടവരെ, അറിഞ്ഞുമറിയാതെയും നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇത് സംഭവിക്കുന്നില്ലേ? നന്മതിന്മകളെ നമ്മൾ തന്നെയാണ് വേർതിരിക്കുന്നത്. എന്റെ ഇഷ്ടമനുസരിച്ച് ഞാൻ ചെയ്യും, എന്റെ സൗകര്യം പോലെ ഞാൻ ഓരോ കാര്യങ്ങളും ചിന്തിക്കുകയും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. എന്റെ താല്പര്യങ്ങൾക്ക് പ്രാധാന്യം, വളരെ ആപേക്ഷികമായിട്ട് നമ്മൾ കാര്യങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. ആത്യന്തികമായ സനാതനമായ സുവിശേഷ മൂല്യങ്ങളെ കാറ്റിൽ പറത്തിയിട്ട് അതിനൊന്നും വലിയ പ്രാധാന്യം കൊടുക്കാതെ, അല്ലെങ്കിൽ എനിക്കിപ്പോ ഇങ്ങനെയൊക്കെ പറ്റുകയുള്ളൂ എന്ന രീതിയിൽ സ്വയം ശഠിച്ചുകൊണ്ട് പാപബോധമില്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നതിന്റെ ദുരന്തം ഇന്നേറെയുണ്ട്. ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ കുറവ്, തെറ്റ് പാപബോധമില്ലായ്മയാണെന്ന്
യോഹന്നാൻ പൗലോസ് മാർപ്പാപ്പയൊക്കെ പലപ്പോഴും ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. പാപബോധമില്ലായ്മയാണ് ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ ശാപമായി മാറിയിരിക്കുന്നത്. ആപേക്ഷികമായിട്ട് എല്ലാത്തിനെയും കാണുന്നു. കൈക്കൂലി അതൊക്കെ പിന്നെ കൊടുക്കാൻ പറ്റുമോ? അത് പിന്നെ വാങ്ങിക്കാതെയും പറ്റുമോ? അല്ലെങ്കിൽ ഇച്ചിരി ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഇച്ചിരി തട്ടിപ്പും വെട്ടിപ്പും അത്യാവശ്യമൊക്കെ നടത്തിയില്ലെങ്കിൽ നാടോടുമ്പോ നടുവേ ഓടണമെന്നൊക്കെയല്ലേ നാട്ടുവർത്തമാനം. അപ്പൊ പിന്നെ അതൊക്കെ ചെയ്യാതെ ജീവിക്കാൻ പറ്റുമോ? എത്ര പെട്ടെന്നാണ് നമ്മളിങ്ങനെ നമ്മുടേതായ രീതിയിൽ മാനദണ്ഡങ്ങൾ കൽപ്പിച്ചുകൊണ്ട് ഓരോന്നിനെയും തിരുവചനത്തിൽ മായം ചേർക്കുന്നു. ദൈവത്തിന്റെ വചനം അതനുസരിച്ച് ജീവിക്കേണ്ടതിന് പകരം അതിനകത്ത് മായം ചേർത്തുകൊണ്ട് എന്റെ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് ഞാൻ കാര്യങ്ങൾ നിർവഹിക്കുന്നു. ദൈവം ഔട്ട്. തമ്പുരാന്റെ വചനത്തിന് സ്ഥാനമില്ലാതെ പോകുന്നു. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിൽ ബാബേൽ ഗോപുരത്തിന്റെ കഥയുണ്ട്. ഒരു കൂട്ടം മനുഷ്യര് ദൈവത്തെ മാറ്റി നിർത്തിയിട്ട് നമുക്ക് നമ്മുടേതായ ഒരു പട്ടണവും നഗരവും സൃഷ്ടിക്കാം, ഒരു ഗോപുരവും ഒരു പട്ടണവും ഒക്കെ നമുക്കുണ്ടാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവര് ദൈവത്തെ മാറ്റി നിർത്തിയിട്ട് പണി ആരംഭിച്ചു. ദൈവത്തിന് പുറം തിരിഞ്ഞുകൊണ്ട് അഹന്തയുടെ ഒരു ഗോപുരം നിർമ്മിച്ചെടുക്കാനുള്ള ശ്രമം നടത്തുകയാണ്. ദൈവം ഇറങ്ങി വന്നിട്ട് അവരുടെ ഭാഷ ഭിന്നിപ്പിച്ചു. ചക്കെന്ന് പറയുമ്പം കൊക്കെന്ന് തിരിയുമെന്നൊരു ചൊല്ല് കേട്ടിട്ടുണ്ടാവും. പറയുന്നതൊന്നും തിരിയല. ചുടുകട്ടെന്ന് പറയുമ്പോൾ ചുണ്ണാമ്പും കൊണ്ടുവരും, വെള്ളം കൊണ്ടുവരാൻ പറയുമ്പോൾ ഇഷ്ടികയും ചുവന്നുകൊണ്ട് വരും. അങ്ങനെ ആകെപ്പാടെ പണി കട്ടപ്പുക, ഒരു പരിപാടിയും നീങ്ങുന്നില്ല. മൊത്തം ഛിന്ന ഭിന്നമായിട്ട് ചിതറിപ്പോവുകയാണ്. ആ ജനം മൊത്തം ചിതറിപ്പോവുകയാണ്. പറയുന്നതൊന്നും തിരിയുകയില്ല. ഈ പറയുന്നത് തിരിയാതെ വരുന്നത് എന്തുകൊണ്ടാ? ഈ ബാബേൽ ഗോപുരത്തിന്റെ വിത്ത് നമ്മുടെ വീട്ടിലും ചിലപ്പോൾ വീണ് കിടപ്പുണ്ടാവും, കിളുത്തു വരുന്നുണ്ടാവും. ബാബേൽ ഗോപുരത്തിന് വിത്തുണ്ട്, വിത്ത്. അത് നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ കിളുത്തു വരും. പറയുന്നത് തിരിയല. അപ്പം പറയുന്നത് അമ്മയ്ക്ക് തിരിയല, മാതാപിതാക്കൾ പറയുന്നത് മക്കൾക്ക് തിരിയല, മക്കൾ പറയുന്നത് മാതാപിതാക്കൾക്ക് തിരിയല. അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയും. ഈ കാരണവന്മാർക്ക് ഒരു ബോധവും ഇല്ല എന്ന് പറയുന്ന ചെറുപ്പക്കാർ, പിള്ളേര്, ഇതുങ്ങളെ ഒന്നും പഠിപ്പിച്ചിട്ട് യാതൊരു വിശേഷവും ഇല്ല എന്ന് പറയുന്ന മാതാപിതാക്കള് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒറ്റ ഒരെണ്ണത്തിന് തിരിയല. എന്തൊരു കഷ്ടമായത്, മടുത്തു ഇവരെ കൊണ്ട് എന്നൊക്കെ പറഞ്ഞ് കഷ്ടപ്പാടോടുകൂടി മൂക്കത്ത് വിരൽ വെച്ചുകൊണ്ട് ദൈവമേ ഇനി എന്തു ചെയ്യുന്നു, ഇങ്ങനെയൊക്കെ ആയിപ്പോയല്ലോ എന്നൊക്കെ പറയുന്ന മാതാപിതാക്കള് തിരിയുന്നില്ല. പറയുന്നത് തിരിയാത്തതിന്റെ കാരണം ദൈവം പുറന്തള്ളപ്പെട്ടു ജീവിതത്തിൽ. ആദ്യ പാപത്തിൽ തന്നെ അകൽച്ച ഉണ്ടായി കഴിഞ്ഞല്ലേ? ദൈവത്തിന് പുറം തിരിഞ്ഞപ്പോൾ സംഭവിക്കുന്നത് ആദവും ഹവ്വയും തമ്മിലുള്ള അകൽച്ച കൂടിയാണ്. ദൈവത്തിൽ നിന്ന് അകന്നപ്പോൾ അവര് തമ്മിൽ അകന്നു. അടയും ചക്രയും പോലെ ഒരുമിച്ച് ജീവിച്ചവര്, എല്ലാം ഒരുമിച്ച് എന്ന് പറഞ്ഞുകൊണ്ട് കൈകോർത്ത് നീങ്ങിയവര്, കരം കോർത്ത് പിടിച്ചുകൊണ്ട് തമ്പുരാന്റെ വലങ്കയിൽ പിടിച്ച് ഉലാത്താനായിട്ട് ഇറങ്ങിയിരുന്നു എന്നൊക്കെ പറയുന്ന വിധമുള്ള പല മനോഹരമായ സ്നേഹത്തിന്റെ ആഖ്യാനം നമ്മൾ വായിക്കുന്നുണ്ട് 2-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകത്തിനകത്ത്. അപ്പൊ അങ്ങനെ ഉലാത്തുന്ന വിധം സ്നേഹത്തോടുകൂടി അപ്പനോടൊപ്പം നടന്നു നീങ്ങുന്ന മക്കളുടെ സ്വാതന്ത്ര്യം അനുഭവിച്ചിരുന്നവര് ദൈവത്തിന് പുറം തിരിഞ്ഞുകൊണ്ട് തന്നെ തന്നെ പ്രതിഷ്ഠിക്കാൻ ശ്രമിച്ചപ്പോൾ, ദൈവത്തെ തള്ളിപ്പറഞ്ഞപ്പോൾ അവര് തമ്മിലും അകന്നു. എന്താ ഇവിടെ സംഭവിച്ചത്? ദൈവം വന്ന് ചോദിച്ചു. ആരാ പഴം പറിച്ച് തിന്നോ? തിന്നു. തിന്നുവെന്ന് പറയുന്നതിനേക്കാൾ ക്ഷമിക്കണം, തെറ്റുപറ്റിപ്പോയി എന്ന് പറയുന്നതിന് പകരം എന്താ പറയുന്നത്? ഇവളാണ് കുറ്റക്കാരി, പാമ്പാണ് കുറ്റം ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം തർക്കിക്കുകയും പരസ്പരം അകലുകയും ചെയ്യുക. കുടുംബത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തിക്കൊണ്ട് വഴിമാറി നടക്കുന്നെങ്കിൽ, പരസ്പരം കലഹിച്ചു ജീവിക്കുന്നെങ്കിൽ, അങ്ങനെ കുടുംബ ബന്ധങ്ങൾ അകന്നു പോകുന്നെങ്കിൽ, അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നൊന്നും തിരിയാതെ വരുന്നെങ്കിൽ അടിസ്ഥാനപരമായ കുറവ് കിടക്കുന്നത് പാപമാണ്, ദൈവമാണ്. ദൈവത്തിൽ നിന്ന് മനുഷ്യൻ അകന്നുപോയി. പാപം ചെയ്ത് ദൈവത്തിൽ നിന്നും അകന്നു പോയത് കൊണ്ട് അവന് ദൈവത്തിൽ നിന്ന് മാത്രമല്ല ബന്ധങ്ങളൊക്കെ അകന്നുപോയി എന്നർത്ഥം. അതുകൊണ്ട് ബാബേൽ ഗോപുരത്തിന്റെ അവസ്ഥകള് നമ്മുടെയൊക്കെ ജീവിതത്തിലും കടന്നു വരാം. ദൈവത്തെ മാറ്റി നിർത്തിയിട്ട് പണിതുറപ്പിക്കാൻ ശ്രമിച്ചതൊക്കെ തകർന്നു പോയിട്ടേ ഉള്ളൂ ചരിത്രത്തില്. പ്രത്യയശാസ്ത്രങ്ങളും പ്രസ്ഥാനങ്ങളും ഒക്കെ തമ്പുരാനെ മാറ്റി നിർത്തിയിട്ട് അവരുടേതായ സാമ്രാജ്യങ്ങൾ സൃഷ്ടിക്കാനായിട്ട് ചരിത്രത്തിൽ എത്രയോ വിഫല ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. എല്ലാം തകർന്ന് താറുമാറായി വെന്തു വെണ്ണീറായിട്ടുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ തകർന്നടിയുന്ന ചീട്ടുകൊട്ടാരങ്ങൾ പോലെ, ചില്ലുകൊട്ടാരങ്ങൾ പോലെ മുഴുവനും തകർന്നടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ തകർന്നടിഞ്ഞുകൊണ്ടിരിക്കും. ദൈവത്തെ മാറ്റി നിർത്തിയിട്ട് പ്രിയപ്പെട്ടവരെ ആർക്കും ഒന്നും നേടാനായിട്ട്, ശാശ്വതമായിട്ട് ഒന്നും നേടാനായിട്ട് പറ്റുകയില്ല എന്നുള്ളത് 100% സത്യമാണ്. ഒരു സംശയവും നമുക്ക് വേണ്ട ഈ കാര്യത്തില്. അതുകൊണ്ട് തമ്പുരാൻ 1-ാം സ്ഥാനം കൊടുക്കുന്നുണ്ടോ? നമ്മുടെയൊക്കെ കുടുംബങ്ങളില് ഒരുമിച്ചിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടോ? സമ്പാദിക്കാൻ വേണ്ടിയിട്ട് പോയേക്കുക അപ്പൻ. കുടുംബനാഥൻ വീട്ടിലുണ്ടോ? പ്രാർത്ഥിക്കുന്ന നേരത്ത് അമ്മയും മക്കളും തന്നെ പ്രാർത്ഥിച്ചാ പോരല്ലോ. ഒരുമിച്ച് കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് അൽത്താരയുടെ മുമ്പിൽ ആയിരുന്നു കൊണ്ട് കൗതാശികമായിട്ട് കൂട്ടിച്ചേർത്തിയ ആ ബന്ധം
ഇന്നു മുതൽ മരണം വരെ സുഖത്തിലും സന്തോഷത്തിലും എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റുചൊല്ലി പ്രാർത്ഥനയിൽ ഒരുമിച്ച് ചേർത്ത് ഹൃദയം ചേർത്ത് വെച്ച് തുടങ്ങിയ ജീവിതം പ്രാർത്ഥിക്കുന്ന സമയത്ത് വൈകുന്നേരം ഒരുമിച്ചില്ലെങ്കിൽ അനുഗ്രഹിക്കുന്ന ആ കരം താണുപോവില്ലേ കർത്താവിൻ്റെത്? ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ കഴിയണം. ഭൗമിക കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒത്തിരി എല്ലാം ചെയ്തു വെക്കുമ്പോഴും ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കണം. തിരുവചനം ഇങ്ങനെ പറയും, ദൈവത്തിന്റെ രാജ്യം അവിടുത്തെ നീതിയും ആദ്യം അന്വേഷിക്കുക, അതോടുകൂടി ചേർത്ത് ബാക്കിയെല്ലാം നൽകപ്പെടും. ദൈവത്തിന്റെ രാജ്യം അവിടുത്തെ നീതിയും ആദ്യം അന്വേഷിക്കുക, അതോടുകൂടി ചേർത്ത് ബാക്കിയെല്ലാം നൽകപ്പെടും. ദൈവത്തിന്റെ രാജ്യം, ദൈവത്തിന്റെ ഹിതം, ദൈവമെന്ന ആ യാഥാർത്ഥ്യത്തെ ജീവിതത്തിന്റെ ഒന്നാം സ്ഥാനത്തേക്ക് കൊണ്ടുവരിക. ഒന്നാം സ്ഥാനത്തേക്ക് നമ്മൾ കുർബാന മധ്യയെ ആവർത്തിച്ച് പാടുന്ന ആ ഉത്ഥാനഗീതമുണ്ടല്ലോ, സകലത്തിന്റെയും നാഥ സർവാധിപനാം കർത്താവ് എന്നുള്ള ഗീതം. എല്ലാത്തിന്റെയും നാഥനായിട്ട് കർത്താവായിട്ട് തമ്പുരാനെ നമ്മൾ ഏറ്റുപറയുകയാണ് ആ ഗീതത്തില്. പക്ഷെ അങ്ങനെയൊക്കെ നമ്മൾ പാടിപ്പോകുമ്പോഴും വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴത്തേനും ആരാ നാഥനാകുന്നത്? തമ്പുരാനാണോ നമ്മുടെ ഹൃദയത്തിന്റെ, ജീവിതത്തിന്റെ, കുടുംബത്തിന്റെ നാഥൻ? എന്റെ തീരുമാനങ്ങളുടെ കർത്തൃത്വം വഹിക്കുന്നത് ഞാനാണോ ദൈവമാണോ? എന്റെ കുടുംബത്തിന്റെ നാഥനായിട്ട് അവൻ വാഴുന്നുവെന്ന് എഴുതിയ ഒരു ബോർഡ് അവിടെ തൂങ്ങുന്നുണ്ടെങ്കിലും അത് സത്യത്തിൽ കർത്താവ് തന്നെയാണോ എന്റെ കുടുംബത്തിന്റെ നാഥനെന്ന് ബോധപൂർവം നമ്മൾ ചോദിച്ചു നോക്കണം ഈ രാത്രിയിൽ. അതുകൊണ്ട് ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കുക, അവിടുത്തേക്ക് പുറംതിരിയാനായിട്ട് പാടില്ല എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം ഒരിക്കലും മറക്കരുത്. അപ്പൊ ദൈവത്തെ ഉപേക്ഷിച്ചു എന്നുള്ള ദൈവത്തിന്റെ സങ്കടം ഇന്നും നിലനിൽക്കുന്നുണ്ട്. ദൈവത്തെ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹം തന്നെയായ ദൈവത്തിന്റെ ഛായ ധരിച്ച മനുഷ്യൻ സ്നേഹം തിരസ്കരിക്കുമ്പോഴും ദൈവത്തെ തന്നെയാണ് തിരസ്കരിക്കുന്നത്. സ്നേഹത്തിൽ ജീവിക്കാൻ കടപ്പെട്ട മനുഷ്യൻ സ്നേഹിക്കാതിരിക്കുമ്പോൾ, സ്വാർത്ഥബദ്ധമായ ജീവിതം നയിക്കുമ്പോഴും അവൻ ദൈവത്തെ നിഷേധിക്കുന്നതിന് തുല്യമായ പ്രവൃത്തിയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ഒരു ബോധ്യത്തിലേക്ക് നമുക്ക് കടന്നു വരാൻ കഴിയണം. ദൈവനിഷേധം എന്ന് പറയുന്ന അടിസ്ഥാനപരമായ ആ ഒരു വലിയ തകർച്ച നമ്മുടെ ജീവിതത്തിൽ, നമ്മളൊക്കെ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണെന്ന് വിചാരിക്കുമ്പോഴും കൊടുക്കേണ്ട പ്രാധാന്യം തമ്പുരാന് കൊടുക്കുന്നുണ്ടോ? കുടുംബത്തിൽ അവൻ നാഥനായി വരുന്നുണ്ടോ? ദൈവത്തിന്റെ സ്വഭാവമായ സ്നേഹം എന്റെ ജീവിതത്തിന്റെ ശൈലിയായിട്ട് മാറിയിട്ടുണ്ടോ എന്നുള്ള ചിന്ത. പലപ്പോഴും ദൈവനിഷേധികളായിരുന്നവരൊക്കെ മിടുക്കന്മാരായിട്ടൊക്കെ ജീവിക്കുന്നു നമ്മളൊക്കെ കരുതും ചിലപ്പോൾ. പക്ഷേ എവിടെങ്കിലുമൊക്കെ വെച്ച് തകർന്നു വീഴുന്നത് സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ആംഗല കവിയായ ബൈറൻ ആംഗലേയ സാഹിത്യത്തിലെ ഒരു അസാധാരണ പ്രതിഭയായിരുന്നു. ഈശ്വര നിഷേധത്തിന്റെ അലയടികൾ അദ്ദേഹത്തിന്റെ കൃതികളിലൂടെ അങ്ങനെ ധാരാളം ഇടങ്ങളിലേക്ക് വ്യാപിച്ചു. ദൈവത്തെ നിഷേധിച്ചുകൊണ്ട് അങ്ങനെ അദ്ദേഹം മുൻപോട്ട് നീങ്ങി. പക്ഷേ മരണക്കിടക്കയിൽ എത്തിക്കഴിയപ്പോ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഹൃദയഭേദകമായിരുന്നു. മരണത്തെ മുഖാമുഖം കണ്ടപ്പോൾ ബൈറൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് മരണത്തെ സ്വീകരിച്ചെന്നാണ് ചരിത്രത്തിലൊക്കെ കുറിക്കപ്പെട്ടിരിക്കുന്നത്. എന്റെ ജീവിതത്തിലെ പുഷ്പങ്ങളും ഫലങ്ങളും ഇതാ ഇവിടെ അവസാനിക്കുന്നു. അന്ധകാര നിബിഡമായ ശുദ്ധ ശൂന്യതയിലേക്ക് ഞാൻ കടന്നു പോകുന്നു. ഒരു മനുഷ്യന്റെ തകർന്ന ഗദ്ഗതകണ്ഠമായ വാക്കുകളാണ് ഇതൊക്കെ കേട്ടോ. തകർന്നു താറുമാറായ ഒരു മനസ്സിന്റെ സ്വരമാണിത്. എന്റെ ജീവിതത്തിലെ പുഷ്പങ്ങളും ഫലങ്ങളും ഇതാ ഇവിടെ അവസാനിക്കുന്നു. അന്ധകാര നിബിഡമായ ശുദ്ധ ശൂന്യതയിലേക്ക് ഞാൻ കടന്നു പോകുന്നെന്ന് പറഞ്ഞുകൊണ്ട് അലറിക്കരഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ പിടഞ്ഞു മരിച്ചു. എല്ലാം തകർന്നു പോയില്ലേ? എന്താ ഉള്ളത് പിന്നെ ബാക്കി? മരണത്തെ സമീപിക്കുമ്പോഴാണ് പലപ്പോഴും ഈ അനുഭവത്തിലേക്ക് നമ്മൾ തകർന്നു വീഴുന്നത്. ബർട്രാൻഡ് റസ്സൽ എന്ന് പറയുന്ന ശ്രദ്ധേയനായ എഴുത്തുകാരൻ ഒരു അഗ്നോസ്റ്റിക് ദൈവമില്ല എന്നൊന്നും ശഠിക്കുന്നില്ലെങ്കിലും ദൈവത്തെ കാര്യമായിട്ട് പരിഗണിച്ചില്ല. ഉണ്ടോ ഇല്ലയോ എന്ന് ആർക്കറിയാം? ഉണ്ടേലുണ്ട് ഇല്ലേലില്ല അങ്ങനെ പറയുന്ന കുറെ പേരുണ്ട്. ഉണ്ടേലുണ്ട് ഇല്ലേലില്ല, നമുക്കിപ്പോ എന്നാ വേണം? അങ്ങേർക്ക് കൊള്ളാം ദൈവം ഉണ്ടെങ്കിൽ അല്ലേ, നമുക്കിപ്പോ എന്നാ വേണം? എനിക്കിപ്പോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി അങ്ങ് പോയാൽ മതി എന്ന തരത്തിൽ ചിന്തിക്കുന്ന കുറെ മനുഷ്യരുണ്ട്. അഗ്നോസ്റ്റിക് എന്ന് പറയും. ഇങ്ങനെയുള്ള ഒരു മനുഷ്യൻ എന്ന് അദ്ദേഹത്തെ കുറിച്ച് പറയാറുണ്ട്. അദ്ദേഹത്തിന്റെ കൃതികളിലും അദ്ദേഹത്തിന്റെ ജീവിത വ്യാപാരങ്ങളിലും അങ്ങനെയുള്ള ആശയങ്ങളാണ് കാണുന്നതൊക്കെ. അദ്ദേഹത്തിന്റെയും അവസാനം മരണം മുഖാമുഖം വന്നു കഴിഞ്ഞപ്പോൾ തകർന്നു. അദ്ദേഹം വിളിച്ചു പറയുന്നുണ്ട്, ഐ എം എ ബ്രോക്കൺ മാൻ ബിക്കോസ് ഐ ഹാവ് നോ ഫെയ്ത്ത്. വിശ്വാസമില്ലാത്തത് കൊണ്ട് ഞാനൊരു തകർന്ന മനുഷ്യനാണ്, തകർക്കപ്പെട്ട മനുഷ്യനാണ്. വിശ്വാസമില്ലാത്തത് കൊണ്ട് ഞാനൊരു തകർക്കപ്പെട്ട മനുഷ്യനാണ്. അപ്പൊ മരണം മുമ്പിൽ എത്തിക്കഴിയുമ്പോൾ ജീവിതത്തിന്റെ ശരി സ്വഭാവം വെളിപ്പെടുകയാണ്. നമുക്കും പോകണ്ടേ ഒരു ദിവസം? അസാധാരണമായ ഒരു വട്ടക്കെട്ടുമൊക്കെ കെട്ടി, കാലേ നല്ല ഷൂസും ഒക്കെ ഇട്ട്, മൂക്കി നല്ല കൊള്ളാവുന്ന പഞ്ഞിയൊക്കെ തിരികെ വെച്ച് നമുക്കൊരു യാത്ര പോകണ്ടേ? ഇങ്ങനെയൊക്കെ ഇരുന്നാ മതിയോ? നല്ല രസകരമായ ഒരു യാത്ര. ഇതൊക്കെ എല്ലാവർക്കും വെച്ചിട്ടുള്ളതാ.
അപ്പൊ ഈ യാത്രയ്ക്ക് ഒരുങ്ങുക എന്നുള്ള പ്രധാനപ്പെട്ടത്. ഞാൻ പറഞ്ഞല്ലോ, വേദഗ്രന്ഥത്തിൽ ഉടനീളം കാണുന്ന ഒരു ഇതിവൃത്തമാണ് തീർത്ഥാടകന്റേത്, അല്ലെ തീർത്ഥാടകൻ. വത്തിക്കാൻ കൗൺസിൽ ഡിഗ്രീസ് ഒക്കെ പറയുന്നത് എന്താണ്? സഭ തീർത്ഥാടകയാണ്. നമ്മളൊക്കെ സഞ്ചാരികളാണ്, ഈ യാത്രയിൽ കൂട്ടുചേരുന്നവരാണ്. അതുകൊണ്ട് മരണത്തെ അതിന്റെ ശരിയായ അർത്ഥത്തിൽ കാണുന്ന വ്യക്തികള് വിശുദ്ധരാണ്. അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് സഹോദരി എന്ന് വിളിച്ചുകൊണ്ടാണ് മരണത്തെ സ്വീകരിച്ചതും സഹോദരി എന്ന് വിളിച്ചുകൊണ്ടാണ് അതിനെ സ്നേഹിച്ചതും. അത്രമാത്രം സ്നേഹത്തോടുകൂടി മരണത്തെ സമീപിക്കുന്ന വ്യക്തി. സെയിന്റ് ജോൺ ഓഫ് ഗോഡ് എന്ന് പറയുന്ന വിശുദ്ധൻ പോർച്ചുഗലിൽ ജനിച്ച് സ്പെയിനിൽ ജീവിച്ച ഒരു വലിയ പുണ്യാത്മാവ്. ദൈവത്തിന്റെ വിശുദ്ധ യോഹന്നാൻ മുട്ടിന്മേൽ നിന്നുകൊണ്ട് മരിച്ചു. മുട്ടിന്മേൽ തന്നെ കുറെ മണിക്കൂറുകൾ അങ്ങനെ മരിച്ചതിന് ശേഷം നിന്നു. അങ്ങനെയുണ്ടൊരു ജീവിതം. പ്രാർത്ഥിച്ചുകൊണ്ട് മരണത്തിലേക്ക് കടന്നു പോകുന്നു. അത്ഭുതകരമായ ദൈവിക ഇടപെടൽ. മരിച്ചതിന് ശേഷവും മണിക്കൂറുകളോളം മുട്ടിന്മേൽ തന്നെ നിന്നുവെന്ന് ചരിത്രത്തിൽ കുറിക്കപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവൻ ആതുര ശുശ്രൂഷയുടെ ജീവിതമായിരുന്നു. ദൈവത്തിന്റെ വിശുദ്ധ യോഹന്നാൻ അദ്ദേഹം അറിയപ്പെട്ടു. ജീവിതം മുഴുവനും തമ്പുരാന് വേണ്ടിയിട്ട് വ്യയം ചെയ്തൊരു മനുഷ്യൻ. വേദനിക്കുന്നവർക്ക്, നിരാധാരരായ മനുഷ്യർക്ക്, മാനസിക രോഗികൾക്ക്, അവഗണിക്കപ്പെട്ടവർക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ചുകൊണ്ട് ആതുരാലയങ്ങൾ ധാരാളമായിട്ട് തന്റെ ജീവിതകാലത്ത് രൂപപ്പെടുത്തി അവിടെയൊക്കെ ജീവിതം സമർപ്പിച്ചൊരു മനുഷ്യൻ. ആശുപത്രികളുടെയും ആതുരാലയങ്ങളുടെയും മധ്യസ്ഥനായിട്ട് ഇന്ന് അറിയപ്പെടുന്ന പുണ്യവാനാണ് സെയിന്റ് ജോൺ ഓഫ് ഗോഡ്. ഇങ്ങനെയുണ്ട് ജീവിതങ്ങൾ. അതുകൊണ്ട് ജീവിതത്തെ അതിന്റെ തനിമയിൽ തിരിച്ചറിയാൻ പറ്റുക അത് മരണനേരത്താണ്. അതുകൊണ്ട് മുൻകൂട്ടി തന്നെ നമുക്ക് ജീവിക്കാൻ സാധിക്കണം. ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു പോകാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് നമ്മളെന്നുള്ള ആ വലിയ ബോധ്യത്തിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കണം. അമ്മ ത്രസ്യ പുണ്യവതി വേദപാരംഗതയാണെന്ന് നമുക്കറിയാം. വലിയൊരു പുണ്യവതി. ഈ പുണ്യവതി മരണം സമീപിച്ചു കഴിഞ്ഞപ്പോൾ വലിയ സ്നേഹത്തോടുകൂടി, എന്റെ ആത്മനാഥ, അങ്ങയെ കാണുവാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നല്ലോ ഞാന്. ആ സമയം ഇതാ സമാഗതമായിരിക്കുന്നു. തിരുച്ചിത്തത്തിന് ഞാൻ എന്നെ സമർപ്പിക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട് മരണത്തിലേക്ക് കടന്നു പോകുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഒരു ജീവിതം, ദൈവത്തിന് ജീവിതത്തിൽ ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് തമ്പുരാന്റെ കരം പിടിച്ചുകൊണ്ട് നടക്കാൻ കഴിയുന്ന ഒരു ജീവിതം, ഇതാണ് അതിന്റെ തനിമയിൽ ഈ അർത്ഥപൂർണമായ ജീവിതം എന്നൊക്കെ പറയുന്നത്. നമുക്കെല്ലാം സാധ്യമാണിത്. നമ്മുടെ പ്രിയപ്പെട്ട തങ്കച്ചന്റെ ജീവിതാനുഭവങ്ങൾ നമ്മൾ കേട്ടില്ലേ? ഞാനും അവിടെ ഇരുന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. എത്രമാത്രം ആഗ്രഹത്തോടുകൂടി ആ മനുഷ്യന് വിശുദ്ധനായി തീരണമെന്ന് ചിന്തിക്കുന്നതും അതിനുവേണ്ടി പരിശ്രമിക്കുന്നതും. നമ്മളെല്ലാവരും വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടവരാണ്. സകല മനുഷ്യരും വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടവരാണ്. ആഗ്രഹം വേണം, അതിനുവേണ്ടി സമർപ്പിക്കണം, തീഷ്ണമായിട്ട് പരിശ്രമിക്കണം. ഈ ചിന്തകളെല്ലാം നമുക്ക് മനസ്സിൽ സൂക്ഷിക്കാം. നമ്മളിപ്പോൾ ശ്രവിച്ച വചനത്തിന്റെ 2-ാം ഭാഗം, ജീവജലത്തിന്റെ ഉറവിടമായ എന്നെ അവർ ഉപേക്ഷിച്ചു, ജലം സൂക്ഷിക്കാൻ കഴിവില്ലാത്ത പൊട്ടക്കിണറുകൾ കുഴിക്കുകയും ചെയ്തു. എന്തൊക്കെയാണ് ഈ പൊട്ടക്കിണറുകൾ? കുറേയേറെ പൊട്ടക്കിണറുകളുണ്ട്. പൊട്ടക്കിണറിൽ ഒരെണ്ണം മദ്യപാനം, മറ്റൊരെണ്ണം ധനാസക്തി, മറ്റൊരെണ്ണം ജഡമോഹം. പിന്നെ ഇങ്ങനെ എത്ര വേണമെങ്കിലും കൂട്ടിച്ചേർക്കാം നമുക്ക്. ഒരുപാട് പൊട്ടക്കിണറുകൾ. ജലം സൂക്ഷിക്കാനായിട്ട് കഴിവില്ലാത്ത പൊട്ടക്കിണറുകളാണ് ഇതൊക്കെ. ധനത്തോടുള്ള ആസക്തിയിൽ പെട്ടുപോകുന്ന മനുഷ്യർ ഒത്തിരിയുണ്ട്. ധനം അതിൽ തന്നെ മോശമായ ഒരു കാര്യമല്ല. പക്ഷെ ധന ആസക്തി ഉണ്ടായാലോ, പണം നമ്മുടെ മുതലാളിയായി മാറിയാലോ, പണം നമ്മളെ നിയന്ത്രിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാലോ എല്ലാം തകരുന്നു. ഒരിത്തിരി സ്ഥലത്തിന് വേണ്ടിയിട്ട്, ഒരു കീറ് ഭൂമിക്ക് വേണ്ടിയിട്ട്, ഒരിത്തിരി ആകാശത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്തു കൂട്ടുന്നു. കഴുത്തറത്തു തള്ളിയും ബന്ധങ്ങൾ മുറിച്ചു കളഞ്ഞും ഒരുമിച്ചുണ്ടുറങ്ങി ജീവിച്ചവരെല്ലാം കണ്ടിട്ടില്ലാത്തവരെ പോലെ പെരുമാറുന്ന അവസ്ഥകളൊക്കെ. ഒരു വീട്ടിലെ സ്വത്ത് ഭാഗിക്കലിന് വേണ്ടിയിട്ട് എന്തൊക്കെ കിടമത്സരങ്ങൾ നടക്കുന്നു. ഏതെല്ലാം തരത്തിലാണ് മനുഷ്യനെ മറന്നു പ്രവർത്തിക്കുന്നത്. ഏകോദര സഹോദരങ്ങൾ എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ തന്നെ ആയിരുന്നവർ എല്ലാം ഇട്ടെറിയുന്ന ഒരവസ്ഥ. ഒരിത്തിരി പണത്തിന് വേണ്ടിയിട്ട് എല്ലാം തീരുകയല്ലേ? എല്ലാം തീരുകയാണ്. സന്തോഷവും സമാധാനവും എല്ലാം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയുണ്ടെന്ന് ഓർക്കണം. യഥാർത്ഥ സമ്പത്ത് തമ്പുരാനാണെന്ന് തിരിച്ചറിഞ്ഞ വ്യക്തികളെ നമ്മുടെ സുവിശേഷത്തിൽ കണ്ടുമുട്ടുന്നുണ്ട് പലരെയും. ഒരു സഖ്യവൂസിന്റെ ജീവിതം അല്ലെ? സഖ്യവൂസിന് ഇഷ്ടം പോലെ പണം ഉണ്ടായിരുന്നു. തട്ടിച്ചും വെട്ടിച്ചും മോട്ടിച്ചും ഒത്തിരി ഉണ്ടാക്കിയിട്ടുണ്ട്. ചുങ്കം പിരിക്കുന്ന ജോലിക്കാരനായിരുന്നു സഖ്യവൂസ്. റോമൻ സർക്കാരിന് വേണ്ടിയിട്ട് യഹൂദരെ പിഴിഞ്ഞ് ചുങ്കം പിരിക്കുമായിരുന്നു. അതിന്റെ കുറച്ച് കൂടുതലും കൂടെ പിരിക്കും, കാരണം പുള്ളിയുടെ പോക്കറ്റിലും കുറെ വീഴാനുണ്ട്.
അങ്ങനെ യഹൂദരെ പിഴിഞ്ഞ് ചുങ്കം പിരിച്ചുകൊണ്ട് കീശ വീർപ്പിച്ച് ഇഷ്ടം പോലെ വെട്ടിപ്പൊക്കിയെടുത്ത വീടും മാളികയും ഒക്കെ ഉണ്ട് അദ്ദേഹത്തിന്. ഇങ്ങനെയുള്ള ഒരു മനുഷ്യന് ജീവിതത്തിൽ സമാധാനവും സന്തോഷവും അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിലൂടെയും അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെയും നമുക്ക് വ്യക്തമാകുന്നുണ്ട്. ലൂക്കാസ് സുവിശേഷം 19-ാം അധ്യായത്തിൽ 1 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങളിൽ ഈ മഹത്തായ ജീവിതത്തിന്റെ മാറ്റങ്ങളെ കുറിച്ച് കാണുന്നുണ്ട്. സഖ്യയൂസ് വലിയ ആഗ്രഹത്തോടുകൂടി കർത്താവിനെ തേടുന്നുണ്ട്. എവിടെയോ ഒരു വലിയ ഗ്യാപ്പ്, എന്തോ ഒരു വലിയ കുറവ് അയാൾക്ക് ജീവിതത്തിൽ ഉണ്ടെന്ന് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് തന്നെയാവണം ഈ തമ്പുരാനെ തേടിയിറങ്ങുന്നത്. അത്രമാത്രം വ്യക്തമായ ധാരണകളൊന്നും സഖ്യയൂസിന് ഈശോയെ കുറിച്ച് ഇല്ലെങ്കിലും ഗുരുവിനെ ഒന്ന് കാണണം, അതിനുവേണ്ടി എന്ത് ത്യാഗവും സഹിക്കാനായിട്ട് അയാൾ തയ്യാറാണ്. ഗുരുവിനെ കാണാൻ വേണ്ടി ഓടി മരത്തിൽ കയറി. അങ്ങനെ അവസാനം ഗുരു വീട്ടിലെത്തുന്നു. സഖ്യയൂസ് പറയുന്നത് എന്താണ്? മോഷ്ടിച്ചെടുത്തിട്ടുള്ളതൊക്കെ 1-ന് 4 ഇരട്ടിയായിട്ട് ഞാൻ തിരിച്ചു കൊടുക്കുന്നു. എന്റെ സ്വത്തിന്റെ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. കാരണം അയാളുടെ ജീവിതത്തിലെ യഥാർത്ഥ സമ്പത്ത് ഇപ്പോൾ തന്റെ ഭവനത്തിലുണ്ടെന്ന് ബോധ്യപ്പെട്ടു. അപ്പൊ ദൈവത്തെ സമ്പത്തായി കാണുന്ന വ്യക്തിയാണ് യഥാർത്ഥത്തിൽ സമ്പന്നൻ. ദൈവം എന്റെ ജീവിതത്തിന്റെ സമ്പത്തായി മാറുമ്പോൾ നമ്മൾ സമ്പന്നരായി മാറുന്നുവെന്ന സത്യം മറക്കരുതേ. നമുക്ക് എന്തുമാത്രം സമ്പത്തുണ്ടെങ്കിലും അത് ദൈവത്തിന്റെ ഹിതമനുസരിച്ച് മാത്രം ചെലവഴിക്കുക. നീ സൂക്ഷിപ്പുകാരനാണ്, കാര്യസ്ഥൻ മാത്രമാണ്, ഉടമസ്ഥനല്ല. ദൈവമാണ് നിന്റെ ഉടമസ്ഥൻ. ദൈവത്തെ ഉടമസ്ഥൻ ആണെന്ന് ചിന്തിക്കുന്ന അവസ്ഥയിൽ നിന്നും എന്ന് നമ്മൾ മാറി നടക്കുന്നുവോ അവിടെ നമുക്ക് യഥാർത്ഥത്തിൽ നഷ്ടപ്പെട്ടു വലിയ സമ്പത്ത്. ദൈവത്തിന്റെ ഹിതം തിരിച്ചറിഞ്ഞ് ദൈവം ആഗ്രഹിക്കുന്ന വിധം ജീവിതത്തെ രൂപപ്പെടുത്താനായിട്ട് കഴിയുന്ന ഒരു ജീവിതാവസ്ഥ, അതാണ് പ്രധാനപ്പെട്ടെന്ന് ഓർക്കുക. പണത്തിന് വേണ്ടിയിട്ട് എന്തെല്ലാം മനുഷ്യൻ ചെയ്തു കിട്ടുമല്ലേ. 6 അടി മണ്ണിന്റെ കഥ നമുക്ക് അറിവുള്ളതായിരിക്കും. കർഷകൻ ദരിദ്രനായിരുന്നു, കഷ്ടപ്പെട്ട് ജീവിക്കുകയാണ്. അങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഈ മനുഷ്യന്റെ ജീവിതത്തിന് എന്തെങ്കിലുമൊക്കെ ഒരു സഹായം കിട്ടുമോ എന്ന് ചോദിച്ച് രാജാവിന്റെ അടുത്ത് ചെല്ലുവാണ്. ടോൾസ്റ്റോയ് കഥയാ കേട്ടോ. രാജാവ് പറഞ്ഞു, ഒരു കാര്യം ചെയ്തു, നിനക്ക് കുറെ സ്ഥലം ഞാനങ്ങ് തന്നേക്കാം, നീ അതെടുത്തു. അയാൾക്ക് വളരെ സന്തോഷമായി. എങ്ങനെയാ ഈ സ്ഥലം കൊടുക്കുന്നത്? നീ രാവിലെ പ്രഭാതം മുതൽ നടക്കാൻ ആരംഭിക്കുക. കുറെ നടന്നതിന് ശേഷം നീ തിരിച്ചു വരണം. നടന്നു തുടങ്ങി ഇടത്ത് തന്നെ. അത് സന്ധ്യാവേളയാകുമ്പോഴത്തേനും നീ തിരിച്ചെത്തിയിരിക്കണം. എത്രമാത്രം ദൂരം നടന്നിട്ട് തിരിച്ചു വരുന്നു അത്രയും സ്ഥലം നിനക്കുള്ളതാ. ഓ, ഇത് വലിയ കാര്യമാണല്ലോ, ഭാഗ്യക്കുറി അടിച്ചു പോലല്ലോ. എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. അപ്പൊ രാജാവ് അദ്ദേഹത്തെ അനുധാവനം ചെയ്യുന്നുണ്ടായിരുന്നു. ഈ മനുഷ്യൻ നടക്കാൻ ആരംഭിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോ ചിന്തിച്ചു, എന്തിനായി നടക്കുന്നത്, ഓടിയാ പോരെ, അത്രയും വെട്ടിപ്പിടിക്കാമല്ലോ. അയാൾ കുതിച്ചു പായാൻ ആരംഭിച്ചു. അത്രമാത്രം ദൂരം ഇയാൾ ഓടി. എന്തേറെ ദൂരം ഓടുന്നു അത്രയും സ്ഥലം തിരിച്ചു വന്നാൽ മതി അവിടെ തുടങ്ങിയെടുത്ത്. ഇയാൾ ഇങ്ങനെ അങ്ങോട്ട് കുതിച്ചോടുകയാണ്. മധ്യാഹ്നം ഉച്ചതിരിഞ്ഞപ്പോഴും ഓട്ടം തുടരുകയാണ്. മുൻപോട്ട് തന്നെയാ ഓടുന്നത്. തിരിച്ചു മടങ്ങണമെന്ന കാര്യം പോലും അയാൾ മറന്നു. ആർത്തി കൊണ്ട് വെട്ടിപ്പിടിക്കാൻ ആഗ്രഹത്തോടു കൂടി അയാൾ ഓടുകയാണ്. ഏതാണ്ട് സന്ധ്യാവേള അടുക്കാറായപ്പോഴത്തേക്കാണ് ബോധം വന്നത്, ഈ ഓടിയ അത്രയും ദൂരം തിരികെ എത്തിയിട്ടില്ലെങ്കിൽ എനിക്കൊന്നും കിട്ടുകയില്ല. ഒരു നിമിഷം പോലും വൈകാതെ അയാൾ തിരിച്ചോടാൻ ആരംഭിച്ചു. കുതിച്ചും കിതച്ചും ഓടി. ഓട്ടമെങ്ങും എത്തുന്നില്ല. അണച്ചു വലഞ്ഞ് കുതിച്ച് കിതച്ച് ഈ മനുഷ്യൻ പിറകെ വരുന്ന രാജാവിന്റെ മുമ്പിൽ മരിച്ചു വീണു. അയാൾക്കും കിട്ടി 6 അടി മണ്ണ്. എന്തിനാ ഓടിയത്? ആർക്കു വേണ്ടിയാ ഓടിയത്? ആർത്തിയുടെ ഓട്ടം. ഈ ആർത്തിയുടെ സംസ്കാരം വല്ലാതെ വ്യാപിച്ചിട്ടുണ്ട് ഈ കാലഘട്ടത്തില്. നമ്മളൊക്കെ അറിഞ്ഞും അറിയാതെയും ഈ ആർത്തിയുടെ സംസ്കാരത്തിന്റെ ഇരകളായി മാറുന്നില്ലേ എന്നൊന്ന് പരിശോധിക്കുന്നത് നല്ലതാ. ഏതു വിധത്തിലും എങ്ങനെയും വെട്ടിപ്പിടിക്കണം, ആരുടെയും തലയിൽ ചവിട്ടിക്കേറിയാണെങ്കിലും എനിക്ക് സ്വന്തമാക്കണം എല്ലാം എന്ന മട്ടിലുള്ള ആർത്തിയോടുകൂടിയ ഓട്ടങ്ങള്, ശ്രമങ്ങള്, അവിഹിതമായ രീതിയിൽ നേടുന്ന രീതി, കള്ളപ്പലിശയ്ക്ക് പണം കൊടുക്കുന്നത്, കഴുത്തിന് കത്തിവെക്കുന്ന ബ്ലേഡ് പ്രയോഗം, മനുഷ്യനെ ഇല്ലെന്നാക്കിയിട്ട് കാര്യം നേടുവാൻ വേണ്ടി, സമ്പാദിക്കുവാൻ വേണ്ടി എന്തും ചെയ്യുന്ന രീതികൾ, ഇതൊക്കെ ദൈവത്തിന്റെ തിരുസന്നിധിയിൽ വിലപ്പെട്ട വലിയ വലിയ തെറ്റുകളാണ്, ഗുരുതരമായ തെറ്റുകളാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നാട് ഓടുന്നത് പോലെ നടുവേ ഓടാൻ എനിക്ക് പാടില്ല എന്നുള്ള സത്യം തിരിച്ചറിയണമെന്ന് ഈ രാത്രിയിൽ കർത്താവിന്റെ വചനം നമ്മോട് പറയുന്നുണ്ട്. ഇത് പൊട്ടക്കിണറാണ്. വെട്ടിമൂടാനായിട്ട് നമുക്ക് സാധിക്കണം. യൂദാസന്റെ ജീവിതത്തിലെ ഈ പണത്തിന്റെ കിലുക്കം എവിടെ വരെ എത്തിച്ചുവെന്ന് നമുക്ക് അറിവുള്ളതാണ്. ഒരു പെടുമരണത്തിനാണ് എത്തിച്ചു നിർത്തിയത്. പണത്തിന്റെ കിലുക്കം നമ്മുടെ ചെവികളിൽ ഉണ്ടാക്കുന്ന ആരവം
അത് അപകടകരമാണ് പലപ്പോഴും എന്ന് മറക്കരുതേ പ്രിയപ്പെട്ടവരെ. ഞാനും നിങ്ങളും ഒരുമിച്ച് ചിന്തിക്കണം. മദ്യത്തിന്റെ ആസക്തി മറ്റൊരു പൊട്ടക്കിണറാ, വെട്ടിമൂടേണ്ട മറ്റൊരു പൊട്ടക്കിണർ. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട എന്തുമാത്രം ജീവിതങ്ങള്, തോരാത്ത കണ്ണുനീര്, തീരാത്ത വേദനകള് എത്ര കുടുംബങ്ങളിലായി എന്നുള്ളത്. നിയമവും കാര്യങ്ങളും അധികാരവും ബാക്കിയുള്ളതെല്ലാം അത് അതിന്റെ വഴിക്കൊക്കെ ഒരു പരിധി വരെ അതൊക്കെ കൊള്ളാം. പക്ഷേ അടിസ്ഥാനപരമായ മാനസാന്തരം അതൊരു വ്യക്തിക്കുണ്ടായാൽ മാത്രമേ ഇതിൽ നിന്ന് മാറി നടക്കാൻ പറ്റുകയുള്ളൂ. കാഞ്ഞിരപ്പള്ളി രൂപതക്കാരനായ ഞാൻ അവിടെയുള്ള ഒരു എമ്മാനുവേൽ ധ്യാന കേന്ദ്രത്തെ കുറിച്ച് ഓർക്കുന്നു. മദ്യവിമുക്തർ അല്ലെ മദ്യപാനികളെ അതിൽ നിന്ന് വിമുക്തരാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേക ധ്യാനങ്ങള്. നൂറുകണക്കിന് മനുഷ്യരാ ഓരോ മാസം വന്ന് ധ്യാനിച്ച് പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത്. പുതിയ ജീവിതത്തിലേക്ക് എത്രയോ മനുഷ്യർ മദ്യപാനം നിർത്തിയവര് അവരുടെ അനുഭവങ്ങൾ വന്ന് പങ്കുവെക്കുന്നു. ഇന്നലെ വരെ ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാം തകർന്നിരുന്ന അവസ്ഥയിൽ എല്ലാം നഷ്ടപ്പെട്ടു, ഇനി ജീവിക്കുക പോലും വേണ്ട എന്ന് ചിന്തിച്ചുകൊണ്ട് മരണത്തെ മുഖാമുഖം കണ്ടിരുന്ന അവസ്ഥയിൽ നിന്നും ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഈ ഒരു അനുഗ്രഹത്തിന്റെ വഴിയിലേക്കാണെന്നൊക്കെ അഭിമാനത്തോടുകൂടി പറയുന്ന മനുഷ്യര്. കണ്ണുനീരൊത്തിരി വീഴുന്നുണ്ട് മദ്യപാനിയുടെ കുടുംബത്തില്, ഭാര്യയുടെയും മക്കളുടെയും അങ്ങനെ മറ്റു പലരുടെയും. പ്രിയപ്പെട്ടവരെ, ഓർക്കണം, ഈ കണ്ണുനീരൊക്കെ നിലവിളികളായിട്ട് ദൈവസന്നിധിയിലേക്ക് ഉയരുന്നുണ്ട് എന്ന കാര്യം. ഓരോ തുള്ളി കണ്ണുനീരും നിലവിളികളായിട്ട് ദൈവസന്നിധിയിലേക്ക് ഉയരുന്നുണ്ട് എന്ന കാര്യം നമുക്ക് മറക്കാതിരിക്കാം. അതുകൊണ്ട് ജീവിതത്തെ അതിന്റെ ശരിയായ അർത്ഥത്തിൽ കണ്ടുമുട്ടുക. ഇത്തരം പൊട്ടക്കിണറുകളൊക്കെ വെട്ടിമൂടാനായിട്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് തന്നെ ശ്രമിക്കണം. മറ്റൊരു പൊട്ടക്കിണറാണ് ജഡികാസക്തി. ജഡത്തിന്റെ വ്യാപാരങ്ങളിൽ മുഴുകി ജീവിതം തകർന്ന് താറുമാറായ വ്യക്തികൾ അധികാരത്തിന് വേണ്ടി പണത്തിന് വേണ്ടിയൊക്കെ ചെയ്തു കൂട്ടുന്നത് മറ്റൊന്ന്. അപ്പൊ ഇങ്ങനെ ഒരുപാട് പൊട്ടക്കിണറുകൾ, ഇതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും നമ്മൾ അധികം കടക്കുന്നില്ല. ഇങ്ങനെയുള്ള എല്ലാ മേഖലകളിൽ നിന്നും ഒരു സമ്പൂർണമായ വിടുതൽ, ഒരു മോചനം നമുക്ക് ആവശ്യമാണെന്ന് കർത്താവിന്റെ വചനം പറയുന്നു. 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വലിയ പുണ്യവാൻ മഹാനായ പണ്ഡിതൻ സഭാപിതാവായ അഗസ്തീനോസിനെ നിങ്ങൾക്കറിയാം. അഗസ്റ്റിന്റെ ജീവിതത്തിന്റെ യൗവന കാലഘട്ടം മുഴുവനും താറുമാറായിരുന്നു. യൗവനത്തിന്റെ ആസക്തികളിൽ മുഴുങ്ങി എല്ലാവിധ തിന്മകളിലും അഭിരമിച്ചുകൊണ്ട് എല്ലാ തരത്തിലും ജീവിതം തകർത്തു താറുമാറാക്കിയ ഒരു മനുഷ്യൻ, എല്ലാം നഷ്ടപ്പെടുത്തിയ ഒരു മനുഷ്യൻ, അങ്ങനെ ജീവിതം മുഴുവനും കളഞ്ഞു കുളിച്ച ഒരു മനുഷ്യൻ ദൈവത്തിന്റെ വചനത്താൽ ആകൃഷ്ടനായി തിരികെ നടക്കുന്നുണ്ട്. ദൈവത്തിന്റെ വചനം അയാളുടെ മുമ്പിൽ ഒരു പ്രകാശമായിട്ട് കടന്നു വരുന്നു. എടുത്തു വായിക്കുക എന്ന ഒരു സ്വരം ഒരു വേളയില് അദ്ദേഹത്തെ ഒരു പുതിയ ലോകത്തിലേക്ക് നയിക്കുകയാണ്. റോമാലേഖനം 13-ാം അധ്യായം അദ്ദേഹം എടുത്തു വായിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് തിരുവചന ഭാഗം. 13-ാം അധ്യായം 12-ാമത്തെ വാക്യങ്ങൾ, 12-13 വാക്യങ്ങൾ. രാത്രി കഴിയാറായി, പകൽ സമീപിച്ചിരിക്കുന്നു. ആകയാൽ നമുക്ക് അന്ധകാരത്തിന്റെ പ്രവർത്തികൾ പരിത്യജിച്ച് പ്രകാശത്തിന്റെ ആയുധങ്ങൾ ധരിക്കാം. ഇതാണ് അഗസ്റ്റിന് ലഭിക്കുന്ന വചനഭാഗം. പകലിന് യോജിച്ച വിധം നമുക്ക് പെരുമാറാം. സുഖലോലുപതയിലോ മദ്യലഹരിയിലോ അവിഹിത വീഴ്ചകളിലോ വിഷയാസക്തിയിലോ കലഹങ്ങളിലോ അസൂയയിലോ വ്യാപരിക്കരുത്. പ്രത്യുത കർത്താവായ ഈശോമിശിഹായെ ധരിക്കുവിൻ. എത്ര മനോഹരമാണ് ഈ വാക്യം. അഗസ്റ്റിന്റെ ജീവിതത്തെ ആകപ്പാടെ മാറ്റിമറിച്ചു. അന്ധകാരത്തിന്റെ ചെയ്തികൾ ഉപേക്ഷിച്ച് പുതിയ മനുഷ്യനായി മാറുവാനുള്ള ക്ഷണം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി. അഗസ്റ്റിൻ മാറിയ മനുഷ്യനായി മാറി. കർത്താവിന്റെ വചനം അയാളെ മാനസാന്തരപ്പെടുത്തി. ആ മനുഷ്യൻ തന്റെ ജീവിതത്തിന്റെ അർത്ഥം കണ്ടെത്തി. പിന്നെ അഗസ്റ്റിൻ ഹിപ്പോയിലെ മെത്രാനായി, മഹാപുണ്യവാനായി, വലിയ പണ്ഡിതനായ മനുഷ്യൻ, സഭാപിതാവ്. അഗസ്തീനോസ് തന്റെ ജീവിതത്തിൽ ഇങ്ങനെ കുറിച്ചിടുന്നുണ്ട്: ലോർഡ്, യു ഹാവ് ക്രിയേറ്റഡ് മീ ഫോർ യു. മൈ ഹാർട്ട് ഈസ് റെസ്റ്റ്ലെസ് until it rest in you. എത്ര മനോഹരമായിട്ടാണ് അഗസ്റ്റിന്റെ ഈ വാക്കുകൾ. കർത്താവേ, നീ എന്നെ നിനക്കായി സൃഷ്ടിച്ചു. നിന്നിൽ വിലയം പ്രാപിക്കുന്നത് വരെ എന്നും എന്റെ ഹൃദയം അസ്വസ്ഥമായിരിക്കും. ഒരുപാട് അനുഭവിച്ചറിഞ്ഞതായി മനുഷ്യൻ ദൈവത്തിന് പുറംതിരിഞ്ഞു നടന്നു. എല്ലാവിധ തിന്മകളിലും ആവേശത്തോടെ മുഴുകി. എല്ലാത്തിലും അങ്ങനെ തിന്മയുടെ ലോകത്തിൽ അങ്ങനെ അർത്ഥം കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ട് തകർന്നു വെണ്ണീറായ ഒരു ജീവിതം. തിരികെ നടന്നപ്പോഴാണ് മനസ്സിലാകുന്നത്, ദൈവമേ, നിന്നെ കണ്ടെത്തുവാൻ ഞാൻ ഇത്രമാത്രം വൈകിപ്പോയല്ലോ. സങ്കടപ്പെടുകയാണ് അദ്ദേഹം. ദൈവത്തെ കണ്ടെത്താനായിട്ട് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വന്ന കാലവിളംബം അയാളുടെ ജീവിതത്തിന്റെ തീരാ ദുഃഖമായിട്ട് മാറുന്നു. കാരണം ദൈവത്തിന്റെ ഛായയിലാണ് നമ്മൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ദൈവഛായയിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന് ദൈവത്തിൽ വിലയം പ്രാപിച്ചാൽ മാത്രമേ യഥാർത്ഥ സന്തോഷവും സമാധാനവും അനുഭവിക്കാൻ പറ്റുകയുള്ളൂ. ബാക്കിയുള്ളതൊക്കെ പൊട്ടക്കിണറുകളാ.
ഒരിക്കലും വെള്ളം കിട്ടുകയില്ല അതിനകത്തൊന്നും. ക്ഷണികമായ സുഖഭോഗങ്ങൾ, അതിൽ കവിഞ്ഞൊന്നുമില്ല. അധികാരത്തിന്റെ പൊട്ടക്കിണർ, അതിനുവേണ്ടി എന്തെല്ലാം ചെയ്യുന്നു. പലതരത്തിലും പലവിധ കുഴികളിലും നമ്മൾ വെട്ടുപോകുന്നില്ലേ പ്രിയപ്പെട്ടവരെ? നമ്മൾ ബോധപൂർവം ചിന്തിക്കണം ഈ രാത്രിയിൽ. അതുകൊണ്ട് കർത്താവിന്റെ വചനം പറയുന്നു, പകൽ, രാത്രി കഴിയാറായിരിക്കുന്നു, പകൽ കടന്നു വരുന്നു. പുതിയൊരു പ്രഭാതത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാനായിട്ട് കഴിയണം. പുതിയ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ പ്രവേശിക്കണം. കർത്താവ് നമ്മോട് ആവശ്യപ്പെടുകയാണ്. ദൈവത്തിന്റെ വഴി വിട്ട് ചില ആളുകൾ നടക്കുന്നത് സഹനങ്ങളുടെ നടുവിൽ നിന്നായിരിക്കും. ഇപ്പൊ നമ്മൾ കണ്ടത് പലതും ദൈവത്തെ വിട്ടുപോകുന്നത്, ദൈവത്തിന് പുറം തിരിയുന്നത്, ലോകത്തിന്റെ ആകർഷണങ്ങളിൽ മുഴുകിയിട്ട്, സൗഭാഗ്യങ്ങളിൽ മുഴുകിയിട്ടാണെങ്കിൽ ചില ആളുകളൊക്കെ സഹനങ്ങളുടെ നടുവില് ദൈവത്തെ പുറന്തള്ളുന്നവരുണ്ട്. കഷ്ടപ്പാടുകളും വേദനകളും ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവമില്ല എന്ന് ചിന്തിക്കുന്നവര്, ദൈവത്തെ തള്ളിപ്പറയുന്നവര്, അങ്ങനെയും പല ആളുകളും ഉണ്ട് ജീവിതത്തില്. സഹനങ്ങളുടെ നടുവിൽ ദൈവം എവിടെയാ സത്യത്തില്? നിയമാവർത്തന പുസ്തകം 32:10 ഇങ്ങനെ പറയും, മരുഭൂമിയിൽ ശൂന്യത ഓരിയിടുന്ന മണലാരണ്യത്തിൽ അവിടുന്ന് അവനെ കണ്ടെത്തി, വാരിയെടുത്തു, ആശ്ലേഷിച്ചു, കണ്ണിലുണ്ണിയായി പരിചരിച്ചു. അതാണ് ദൈവത്തിന്റെ സാന്നിധ്യം എന്റെ സഹനത്തിന്റെ വറുതിയുടെ നടുവില്, എന്റെ കഷ്ടപ്പാടുകളുടെയും സഹനങ്ങളുടെയും മരുഭൂമി അനുഭവങ്ങളില്, എന്റെ ദുരിതങ്ങളുടെയും വേദനകളുടെയും ഒക്കെ അനുഭവങ്ങളില്, സങ്കടങ്ങളുടെ നടുവില് എന്റെ കർത്താവിന്റെ സാന്നിധ്യം എന്റെ ചാരത്തു ചേർന്നുണ്ട് എന്ന് മാത്രമല്ല, അവിടുന്ന് എന്നെ ആശ്ലേഷിക്കുന്നു, എന്നെ കണ്ണിലുണ്ണിയായി കരുതുന്നു, പരിചരിക്കുന്നു എന്നാണ് കർത്താവിന്റെ വചനം പറയുന്നത്. മരുഭൂമി അനുഭവങ്ങൾ എന്നൊക്കെ പറയുന്നത് പ്രിയപ്പെട്ടവരെ സഹനങ്ങളുടെ അനുഭവങ്ങളാണ്. ഇസ്രായേൽ ജനത്തിന്റെ മരുഭൂമി യാത്ര സഹനങ്ങളുടെ യാത്രയായിരുന്നു. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാര് തർക്കിച്ചും വാദിച്ചും കൊണ്ട് പോയവര് സങ്കടങ്ങളുടെ വഴിയിലൂടെ യാത്ര ചെയ്യുന്നത്. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ സഹനങ്ങളും വേദനകളും കഷ്ടപ്പാടുകളും ഉണ്ടാകുമെന്നുള്ളത് നിശ്ചയമാണ്. പക്ഷേ കണ്ണീരിന്റെ വിടവിലൂടെ കർത്താവിനെ കണ്ടുമുട്ടാനുള്ള ഭാഗ്യം വേണം. മഗ്ദലക്കാരി മറിയം കണ്ണുനീരിന്റെ വിടവിലൂടെ കർത്താവിനെ കണ്ടവളാണ്. ഉദ്ധിതനായ മിശിഹായെ തേടി കല്ലറയിലെത്തുമ്പോൾ അവളുടെ ഹൃദയത്തിൽ മുഴുവനും ഒരൊറ്റ വികാരവും ഒരൊറ്റ ചിന്തയും മാത്രമേ ഉള്ളൂ, സ്നേഹം. എന്റെ പ്രിയപ്പെട്ട നാഥനെ എനിക്ക് കാണണം, അവനെ അടക്കം ചെയ്തിരിക്കുന്ന സ്ഥലത്ത് എനിക്ക് എത്തണം. ഒറ്റ ആഗ്രഹത്തോടുകൂടി ഒരു മുഖം മാത്രം മനസ്സിൽ കണ്ടുകൊണ്ട് അവൾ അതിരാവിലെ മറ്റൊന്നും നോക്കാതെ കടന്നു ചെല്ലുകയാണ്. അവിടെ ചെല്ലുമ്പോഴാണ് ഉദ്ധിതന്റെ മുഖം അവൾ തിരിച്ചറിയുന്നത്. കണ്ണുനീരിന്റെ കഷ്ടപ്പാടിന്റെ വിടവിലൂടെ കർത്താവിന്റെ മുഖം കാണാനുള്ള ഭാഗ്യമുണ്ടാവുക പ്രിയപ്പെട്ടവരെ, അത് വലിയ കാര്യമാണ്. പലപ്പോഴും നമുക്ക് കഴിയാതെ പോകുന്ന ഒരു സത്യം, എനിക്കും നിങ്ങൾക്കും ഒക്കെ സഹനങ്ങൾ ഉണ്ടാകാറുണ്ട്. സഹനങ്ങളില്ലാത്തൊരു ജീവിതം ഈ ഭൂമുഖത്തില്ല. ഞാൻ ഓർക്കുന്ന വ്യക്തിപരമായ ഒരു അനുഭവം, വിശദാംശങ്ങളിലേക്ക് അധികം പോകുന്നില്ലെങ്കിലും അതെന്റെ അമ്മയുടെ മരണം തന്നെ. ഒരു 5 വർഷം മുമ്പ് ഇതേ സ്ഥലത്ത് ഇവിടെ നിന്നുകൊണ്ട് 2010 നൈറ്റ് വിജിലിന് ഞാൻ അന്ന് പ്രസംഗിച്ചിരുന്നു. അന്ന് അമ്മയുണ്ടായിരുന്നു. അമ്മ മരിച്ചിട്ട് ഇന്നൊരു 4 വർഷത്തോളമായി. എന്നെ സംബന്ധിച്ച് മാതാപിതാക്കളുടെ ഏകമകൻ, വൈദികനായി തീർന്ന ദൈവത്തിന്റെ വിളി സ്വീകരിക്കാൻ എളിയവനായി എന്നെ തമ്പുരാൻ തെരഞ്ഞെടുത്തു. അതുകൊണ്ട് തന്നെ എനിക്ക് മാതാപിതാക്കളോട് വലിയൊരു ബന്ധം ഉണ്ടായിരുന്നു. അപ്പൻ 10-12 വർഷം മുമ്പ് മരിച്ചു. വൈദികനായതിനു ശേഷമൊക്കെയാണ് സംഭവിച്ചത്. തമ്പുരാന്റെ വലിയ കാരുണ്യം കൊണ്ട് ഭവനവും ഒരു ശുശ്രൂഷാ കേന്ദ്രമൊക്കെ ആയിട്ട് മാറി. എളിയവനായ എന്നെ ദൈവം തൊട്ടുന്നുകൊണ്ട് മാത്രം എന്റെ കഴിവോ മറ്റൊന്നുമല്ലെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷെ ഈ അമ്മയോടുള്ള വലിയ ബന്ധം എന്ന് വെച്ചു കഴിഞ്ഞാല്, അമ്മയെന്ന് പറഞ്ഞാൽ ജീവന്റെ ജീവനായിരുന്നു എനിക്ക്. ജീവിതത്തിന്റെ ഒരു രക്തക്കണ്ണി അവശേഷിക്കുന്ന ഒരു വ്യക്തി എന്ന തരത്തിൽ ഞാൻ കാണുന്നത് എന്റെ അമ്മയായിരുന്നു. അതുകൊണ്ട് അമ്മയുടെ ആയുസ് പരമാവധി തമ്പുരാനെ ദീർഘിപ്പിച്ചു തരണേ എന്നൊരു പ്രാർത്ഥന എപ്പോഴും എന്റെ മനസ്സിലുണ്ടായിരുന്നു. 86-ാമത്തെ വയസ്സിലാണ് അമ്മ മരിക്കുന്നത്. എന്നിട്ടാണോ അച്ഛാ ഇതൊക്കെ എന്ന് ചിന്തിക്കരുത്. നമുക്കെന്നും അമ്മ തന്നെയാണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. അതുകൊണ്ട് ആശുപത്രിയിലൊക്കെ അമ്മ എവിടെങ്കിലും അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ അവിടെ ഞാൻ എത്തും, ഒന്നും വരരുതേ എന്നൊരു പ്രാർത്ഥനയും ഒക്കെ ആയിട്ട്. ഒരിക്കൽ ഇതുപോലെ ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുന്നു. ആശുപത്രിയിൽ ഗുരുതരമായ ഒരു അസുഖത്തോടുകൂടി അഡ്മിറ്റ് ആകുന്ന സമയത്ത് നടന്നു പോയെങ്കിലും പിന്നീട് മനസ്സിലാക്കി ഗുരുതരമായ അസുഖമാണ്, ലിവർ സിറോസിസ് ആണ്, വല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. പക്ഷെ എനിക്ക് നല്ല വിശ്വാസമുണ്ട്, പ്രാർത്ഥിച്ച് തമ്പുരാൻ കേൾക്കുമെന്ന്. കാരണം എളിയവനായ എന്റെ ജീവിതത്തിൽ ഞാൻ പാപിയും ബലഹീനും ഒക്കെ ആണെങ്കിലും ദൈവം എന്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തന്ന ഒത്തിരിയേറെ അനുഭവങ്ങൾ. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കർത്താവ് അത്ഭുതകരമായിട്ട് പല മേഖലകളിലും എന്നെ കരം പിടിച്ച് നയിക്കുന്ന ദൈവപരിപാലന അനുഭവങ്ങൾ എനിക്ക് ധാരാളമുണ്ട്. ഈ തടവറ പ്രേക്ഷിത മേഖലയിലൊക്കെ വർഷങ്ങൾ ജോലി ചെയ്തതിന്റെ ആ അനുഭവങ്ങളുടെ നടുവിലൂടെ ഞാൻ കടന്നു പോയപ്പോഴൊക്കെ തമ്പുരാന്റെ അത്ഭുതകരമായ ഇടപെടല് ഞാൻ കണ്ടതാണ്.
അപ്പൊ തീർച്ചയായിട്ടും വിശ്വാസത്തോടെ നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദൈവം പ്രവർത്തിക്കും. നല്ല വിശ്വാസത്തോടെ കർത്താവേ, ഈ അനുഗ്രഹവും ഈ പ്രത്യേക കാര്യവും നീ എനിക്ക് തന്നതിനെ ഓർത്ത് നിനക്ക് നന്ദി പറയുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം തീർച്ചയായിട്ടും തന്നിരിക്കും. നല്ല കാര്യമാണെങ്കിലും. മോശം കാര്യം നമ്മൾ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ലല്ലോ, നിയോഗം ശുദ്ധമായിരിക്കണം. അപ്പൊ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ, ചെറിയ കാര്യങ്ങളും വലിയ കാര്യങ്ങളും ഒക്കെ നമുക്ക് ദൈവം തരുന്ന അനുഭവങ്ങൾ എന്നേക്കാൾ അവർ നിങ്ങൾക്കും ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പൊ ഞാനിങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. ഇന്റൻസീവ് യൂണിറ്റിലേക്ക് പ്രവേശിക്കപ്പെട്ടു അമ്മ. ഗുരുതരമാണെന്ന് അറിഞ്ഞു, പക്ഷെ നല്ല വിശ്വാസമാണ്. തമ്പുരാൻ ഇപ്പൊ ഏതാണെങ്കിലും മരിക്കാൻ അനുവദിക്കുകയില്ല, കുറച്ച് കഴിഞ്ഞ് മരിച്ചോട്ടെ. അപ്പൊ അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. രാത്രിയിലൊക്കെ കണ്ണുനീരോടുകൂടി വിശ്വാസത്തോടെ, അതുപോലെ ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ നിരന്തരമായിട്ട് പ്രാർത്ഥിച്ചു. വിശ്വാസക്കുറവ് അങ്ങനെ കാര്യമായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. നല്ല വിശ്വാസത്തോടെ. അതുകൊണ്ട് തന്നെ എനിക്കറിയാം ഇത് ഇവിടെ നല്ല ഇതിനപ്പുറത്ത് വെന്റിലേറ്ററിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് എഴുന്നേറ്റ് വരും, കുറച്ച് നാളത്തേക്കും കൂടെ ജീവിക്കും. അങ്ങനെ ഉറപ്പായി. 1 വർഷത്തേക്കൂടെ എങ്കിലും എന്റെ തമ്പുരാനെ ഈ അമ്മയുടെ ജീവിതം ഒന്ന് നീട്ടിത്തരണമേ എന്ന് ഞാൻ ഇങ്ങനെ നിരന്തരമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പറഞ്ഞ പോലെ തന്നെ വെന്റിലേറ്ററിലേക്ക് വരെ എത്തി. അപ്പോഴും എന്റെ വിശ്വാസത്തിന് കുറവ് വന്നില്ല. തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കുക. ഇന്നല്ലെങ്കിൽ നാളെ ഡോക്ടർ പറയും രോഗം കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, സാവധാനം നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരാമെന്നൊക്കെ പറയുമെന്ന് വിചാരിച്ച് പ്രാർത്ഥിച്ചു. ഒരു രാത്രിയിൽ വളരെ തീക്ഷ്ണമായിട്ട് രാത്രിയുടെ യാമങ്ങളിലൊക്കെ മുട്ട നിന്നുകൊണ്ട് ഇങ്ങനെ നന്ദി പറഞ്ഞും കണ്ണുനീരോടെയും പ്രാർത്ഥിക്കുകയാണ്. അന്ന് 4 മണി, പ്രഭാതം 4 മണി ആയപ്പോൾ ഒരു അടിയന്തരമായ സന്ദേശം വന്നു, പെട്ടെന്ന് മുറിയിലേക്ക് വരണം. അവസാന നിമിഷങ്ങൾ അമ്മ കടന്നുപോയി. എന്റെ വിശ്വാസത്തെ വല്ലാതെ ചോദ്യം ചെയ്ത, എന്നെ വല്ലാതെ ഉലച്ച ഒരു ഇരുണ്ട രാത്രി, ഒരു മരുഭൂമി അനുഭവം, ആത്മാവിന്റെ ഇരുണ്ട രാവ് എന്നതിനെ വിളിക്കാമോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. എന്തിനാ പിന്നെ ഇതൊക്കെ എന്ന് ഞാൻ ചോദിച്ചു. അബ്രാഹത്തിന്റെ ബലിയർപ്പണം എന്റെ മനസ്സിലുണ്ടായിരുന്നു. അബ്രാഹത്തിന്റെ ബലിയർപ്പണം അവസാന നിമിഷം ദൈവം ഉത്തരം കൊടുത്തു. തമ്പുരാനോടൊക്കെ പറഞ്ഞാ ഞാൻ പ്രാർത്ഥിച്ചത്, എന്റെ ദൈവമേ, അബ്രാഹത്തിന് അവസാനത്തെ നിമിഷത്തില് ആ അഗ്നിയിലൂടെ ചവിട്ടി കയറി മല കയറി മുകളിലെത്തിയിട്ട് അവസാന നിമിഷം നീ ഉത്തരം കൊടുത്തതുപോലെ എനിക്കും ഉത്തരം തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് എവിടെ പോയി? സത്യത്തിൽ നീ ഉണ്ടോ? പുരോഹിതനാണ് ഞാൻ. ഇതൊക്കെ ശരിയാണോ? നിനക്ക് വേണ്ടിയിട്ട് പാപിയും ബലഹീനമായിരുന്നിട്ടും നീ എന്നെ വിളിച്ചെന്ന് കണ്ടപ്പം ഞാൻ ഇറങ്ങി തിരിച്ചതാണ്. നിനക്ക് വേണ്ടി നിന്റെ അത്താരിയിലെ ബലി ഞാൻ എന്നും അർപ്പിക്കുന്ന വൈദികനാണ്. എന്നിട്ട് ഛേദമില്ലാത്തൊരു കാര്യം ചോദിച്ചിട്ട് 1 വർഷം പോയിട്ട് 1 മാസം എന്നൊക്കെ വരെ ഞാൻ പറഞ്ഞു വെച്ചായിരുന്നു. കേവലം ഒരാഴ്ച 3 ദിവസം എന്ന് വരെ ഞാൻ പറഞ്ഞു വെച്ചു. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. 3 ദിവസത്തേക്കെങ്കിലും ഒരു അടയാളത്തിന് വേണ്ടിയിട്ട്, വല്ലയിടത്തും പ്രസംഗിക്കുന്ന സമയത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഉത്തരം കിട്ടുമെന്നുള്ളതിന് അടയാളത്തിന് വേണ്ടിയിട്ടെങ്കിലും 3 ദിവസമെങ്കിലും ഈ ആശുപത്രിക്ക് പുറത്ത് തന്നെ അമ്മയെ ഒന്ന് കൊണ്ടുപോകാനായിട്ട് എനിക്ക് അനുവാദം തരുമോ എന്ന് ചോദിച്ചു. തരുമെന്നുള്ള ഉറപ്പ് എനിക്ക് മനസ്സിലുണ്ടായിട്ടും എന്തേ തരാതിരുന്നത്? വല്ലാത്ത സംഘർഷങ്ങളുടെ ഒരു അവസ്ഥയിലൂടെ എന്റെ മനസ്സ് ചിതറിപ്പോയത് ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നുണ്ട്, ഒരു 4 വർഷം മുമ്പ്. പക്ഷേ ഒരു നീണ്ട നിശബ്ദതയ്ക്ക് ശേഷം എന്റെ മനസ്സിലേക്ക് ദൈവം ഒരു വെളിച്ചം അയച്ചു. അത് മറ്റൊന്നുമായിരുന്നില്ല. മോനെ, നീ അർപ്പിക്കുന്നത് അബ്രാഹത്തിന്റെ ബലിയല്ല, കാൽവരിയിലെ ബലിയാണ്. അവിടെ ചോദ്യങ്ങളേ ഉള്ളൂ, ഉത്തരങ്ങളൊന്നുമില്ല. പിതാവേ, നീ എന്നെ ഉപേക്ഷിച്ചോ എന്നുള്ള ചോദ്യം, എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിക്കുന്ന ചോദ്യം, ഉത്തരങ്ങളൊന്നും കാര്യമായിട്ടില്ല. എന്റെ ആത്മാവിനെ അങ്ങയുടെ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു എന്നുള്ള സമർപ്പണം, ഇതൊക്കെ മാത്രമാണ് അവിടെയുള്ളത്. വലിയൊരു പ്രകാശമായിട്ട്, ശക്തിയായിട്ട് എന്റെ മനസ്സിലേക്ക് അത് കടന്നു വരികയാണ്. ഇന്ന് ഞാൻ അതിനെക്കുറിച്ച് ദുഃഖിക്കുന്നില്ല, സന്തോഷിക്കുന്നു. കാരണം ദൈവം തന്ന ആ വലിയ സ്നേഹമുള്ള അമ്മ, പുണ്യവതിയായിട്ട് ജീവിച്ച ആ വ്യക്തി ഇന്ന് എന്റെ കൂടെയുണ്ട്. വീട്ടിൽ ചെല്ലേണ്ട കാര്യമൊന്നുമില്ല. ഏത് സമയത്തും മധ്യസ്ഥം വഹിക്കാൻ പാകത്തില് സ്വർഗത്തിൽ എന്നോടൊപ്പം തന്നെ ആയിരിക്കുന്ന ഒരവസ്ഥയിൽ, സ്വർഗത്തിൽ ദൈവസന്നിധിയിൽ അമ്മ ജീവിക്കുന്നുണ്ടെന്ന് എനിക്ക് നല്ല ഉറപ്പുള്ളത് കൊണ്ട് തന്നെ ഒരു വലിയ ശക്തിയുള്ള സാന്നിധ്യമായിട്ട് അമ്മയുടെ സ്നേഹം ഞാൻ ഇന്നും അനുഭവിക്കുന്നു. അപ്പൊ ദൈവം തരുന്ന ഉത്തരങ്ങളെ അങ്ങനെ തിരിച്ചറിയാനൊക്കെ നമുക്ക് സാധിക്കും. പ്രിയപ്പെട്ടവരെ, സഹനങ്ങളുടെ കണ്ണുനീരിന്റെ വിടവിലൂടെ തമ്പുരാന്റെ തിരുമുഖം കാണാൻ പറ്റുക എന്നുള്ളതും വിശ്വാസത്തിന്റെ ഒരു തലമാണ്. പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളൊക്കെ ദൈവം ആഗ്രഹിക്കുന്ന വിധമാണ് നമുക്ക് തരേണ്ടത്. ഏറ്റവും നല്ലത് മാത്രം മക്കൾക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന പിതാവ് നല്ലത് മാത്രമേ തരുകയുള്ളൂ. ഏറ്റവും നല്ലത് എന്താണെന്ന് എന്നെക്കാളും നിന്നേക്കാളും അറിയാവുന്നത് സ്വർഗസ്ഥനായ പിതാവിനാണ്. അപ്പൊ പിതാവിന്റെ ഹിതം അറിഞ്ഞുകൊണ്ട് പിതൃഹിതത്തിന് സമർപ്പിക്കുമ്പോഴാണ് എന്റെ ജീവിതത്തിന് അർത്ഥമുണ്ടാവുക. അവിടെയാണ് എന്റെ ജീവിതത്തെ ദൈവഹിതം അനുസരിച്ച് ജീവിക്കുന്ന വിധം വിശുദ്ധിയുടെ വഴിയിലൂടെ നയിക്കാൻ പറ്റുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ചിന്തകൾ വാസ്തവത്തില് വലിയ വെളിച്ചമായിട്ട് ഇന്നും അനേകായിരങ്ങളെ നയിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അനേകായിരങ്ങളെ നയിക്കുന്നുണ്ട്.
അതുകൊണ്ട് സഹനത്തിന്റെ നടുവില് കർത്താവിന്റെ സാന്നിധ്യം കൂടുതൽ അടുത്തുണ്ട് എന്നുള്ള തിരിച്ചറിവിലേക്ക് കൂടി നമ്മൾ വരണമെന്ന് മഗ്ദലക്കാരി മറിയം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മഗ്ദലക്കാരി മറിയം. നമുക്ക് തിരികെ ഇതിന്റെ രണ്ടാം ഭാഗത്തിലേക്ക് കൂടി പെട്ടെന്ന് കടന്നു വരാം. എമ്മാവൂസിലേക്ക് പോകുന്ന ശിഷ്യന്മാരുടെ കൂടെയായിരുന്നു നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. അവരുടെ സങ്കടങ്ങളും വേദനകളും ദുഃഖങ്ങളും അലട്ടുന്ന പ്രശ്നങ്ങളും അങ്ങനെ അവിശ്വാസത്തിന്റെ അവസ്ഥയിലൂടെ അവർ കടന്നുപോയി. പക്ഷേ അതിന്റെ രണ്ടാം ഭാഗത്ത് കർത്താവിനെ അവർ ജീവിതത്തിലേക്ക് ക്ഷണിക്കുകയാണ്. നാഥ കൂടെ വസിച്ചാലും. മടുത്തു, വിശ്രമിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവർ വിശ്രമിക്കാനായിട്ട് സത്രത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവനെ കൂടി ക്ഷണിച്ചു, കൂടെ സഞ്ചരിക്കുന്ന ആ സഹയാത്രികനെ കൂടി. മാനേ നൊബിസ്കും ദോമിനെ. കാലം ചെയ്ത മഹാനായ പുണ്യവാനായ പാപ്പ ജോൺ പോൾ രണ്ടാമൻ പാപ്പായുടെ അപ്പസ്തോലിക പ്രബോധനമാണ് നാഥ കൂടെ വസിച്ചാലും. മാനേ നൊബിസ്കും ദോമിനെ. നാഥ കൂടെ വസിച്ചാലും. വിശുദ്ധ കുർബാനയെ കുറിച്ച് മനോഹരമായിട്ട് എമ്മാവൂസ് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പഠിപ്പിക്കുന്ന ശ്രദ്ധേയമായ ഒരു അപ്പസ്തോലിക പ്രബോധനമാണത്. വിശുദ്ധ കുർബാനയിലേക്ക് പ്രവേശിക്കുകയാണ്. വചനം വ്യാഖ്യാനിച്ചുകൊണ്ട് കർത്താവ് കൂടെ നടന്നുകൊണ്ട് അവരോട് സംസാരിച്ച വേളയിൽ അവരുടെ ഹൃദയങ്ങൾ ജ്വലിക്കുന്നുണ്ടായിരുന്നു. ഹൃദയങ്ങൾ ജ്വലിച്ചിരുന്നെങ്കിലും അവനെ കണ്ടുമുട്ടാൻ അവർക്ക് കഴിഞ്ഞില്ല ആ വേളകളിൽ ഒന്നും. കാരണം അവരുടെ കണ്ണുകൾ അവിശ്വാസത്തിന്റെ മാറാല വീണ് മൂടപ്പെട്ടിരുന്നു. പക്ഷേ കർത്താവിനെ ജീവിതത്തിലേക്ക് അവർ വിളിച്ചപ്പോൾ, അവനോടൊപ്പം ചെലവഴിക്കുവാൻ, സമയം ചെലവഴിക്കുവാൻ അവര് തീരുമാനിച്ചപ്പോൾ അവൻ ആതിഥേയനായിട്ട് മാറുന്നു. അവൻ അവരോടൊപ്പം ആയിരുന്നു കൊണ്ട് അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ചു കൊടുത്തു. വിശുദ്ധ കുർബാനയുടെ ചുരുക്കെഴുത്തുകളാണ് ഈ 4 വാക്കുകൾ. എടുത്തു, ആശീർവദിച്ചു, മുറിച്ചു, കൊടുത്തു. അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ചു കൊടുത്തപ്പോൾ അവരുടെ കണ്ണുകൾ തുറന്നു കിട്ടി. അപ്പോൾ അവൻ അപ്രത്യക്ഷനായി. അവന്റെ കൗദാശിക സാന്നിധ്യമാണ് ഇവനെ അവശേഷിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇത് വിശുദ്ധ കുർബാന അർപ്പണമാ. ഉത്ഥാനം ചെയ്ത മെശിഹാ തമ്പുരാന് ആദ്യമായിട്ട് വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന വലിയ ഒരു സംഭവമാണിത്. വെറുതെ വട്ടയപ്പം മുറിച്ചൊന്നും അല്ലത്. കണ്ണുകൾ തുറന്നു കിട്ടി. അവർ അവനെ തിരിച്ചറിഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, വഴിയിൽ വെച്ച് വചനം വിശദീകരിച്ചുകൊണ്ട് അവൻ നമ്മോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയങ്ങളിൽ ജ്വലിച്ചുകൊണ്ടിരുന്നില്ലേ, ഉണ്ടായിരുന്നല്ലോ. അപ്പോഴാണ് അവർക്ക് ബോധ്യമാകുന്നത്. വിശുദ്ധ കുർബാനയിലെ അവന്റെ ജീവിക്കുന്ന സാന്നിധ്യം അവർക്ക് ബോധ്യപ്പെടുകയാണ്. ആ സമയത്ത് ആദിമ വർദീസായ ഒരു പഴം പറിച്ചു തിന്നപ്പോൾ അവരുടെ കണ്ണുകൾ തുറന്നു. പക്ഷേ അവർ കണ്ടുമുട്ടത് നഗ്നതയാണ്. ആദ്യത്തെ പഴം പറിച്ചു തിന്നതിന് അവർക്ക് ലഭിച്ചത് ശിക്ഷയായിരുന്നു. നന്മതിന്മകളുടെ അറിവിന്റെ വൃക്ഷത്തിൽ നിന്നും പഴം പറിച്ചു തിന്നപ്പോൾ അവര് തങ്ങളുടെ നഗ്നത കണ്ടിട്ട് ഓടിമറഞ്ഞു. ദൈവത്തിൽ നിന്നും അകന്നുപോയി. ഇരുട്ടിലേക്കാണ് പോകുന്നത്, പ്രകാശത്തിലേക്ക് അല്ല. അപ്പൊ ആദ്യത്തെ പാപത്തിന്റെ പഴം പറിച്ചു നിന്നപ്പോൾ, ദൈവത്തിന് പുറം തിരിഞ്ഞപ്പോൾ, ദൈവകൽപ്പന ലംഘിച്ചപ്പോൾ, സ്വാർത്ഥത്തിൽ മുഴുകിയപ്പോൾ, അഹന്തയുടെ പാപം ചെയ്തപ്പോൾ, ദൈവത്തെ മറന്നപ്പോൾ അവർ തിന്മകളുടെ ഇരുട്ടിലേക്ക് മാറിയെങ്കിൽ, ഇതാ ഇവിടെ ജീവന്റെ വൃക്ഷത്തിന്റെ പഴം പറിച്ചു തിന്നപ്പോൾ, വിശുദ്ധ കുർബാനയാകുന്ന ജീവവൃക്ഷത്തിന്റെ പഴം പറിച്ചു തിന്നപ്പോൾ, അല്ലെങ്കിൽ പരിശുദ്ധ കുർബാനയിലെ കർത്താവിന്റെ സാന്നിധ്യം ഹൃദയത്തിലേക്ക് കടന്നു വന്നപ്പോൾ അവരുടെ കണ്ണുകൾ തുറന്നു. ആന്തരിക നേത്രങ്ങൾക്ക് തുറവി കിട്ടിയപ്പോൾ അവർ അവനെ തിരിച്ചറിഞ്ഞു. അവരുടെ വിശപ്പ് മാറി, ദാഹം മാറി, ക്ഷീണം മാറി. അവർ തിരികെ പോവുകയാണ്. വിശ്രമിക്കാം, മടുത്തു, ക്ഷീണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വിശ്രമിക്കാൻ കയറിയവര് സത്രത്തിൽ നിന്നും അപ്പോൾ തന്നെ എഴുന്നേറ്റ് ജെറൂസലേമിലേക്ക് പോയി എന്നാണ് തിരുവചനം. വളരെ പ്രധാനപ്പെട്ട വാക്യങ്ങളാണ് ഇത് കേട്ടോ. അപ്പോൾ തന്നെ എഴുന്നേറ്റ് അവർ ജെറൂസലേമിലേക്ക് പോയി. വിശുദ്ധ കുർബാനയാകുന്ന പരമോന്നതമായ ദൈവാനുഭവം നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കും. നമ്മുടെ പ്രിയപ്പെട്ട തങ്കച്ചൻചേട്ടൻ പറഞ്ഞ അനുഭവങ്ങൾ കേട്ടില്ലേ? പരിശുദ്ധ കുർബാന ഒരു ജീവിതത്തെ എങ്ങനെയാണ് മാറ്റിമറിക്കുന്നത്? പരിശുദ്ധ കുർബാനയിലൂടെ കിട്ടുന്ന ദൈവാനുഭവത്തിന്റെ തീഷ്ണവും തീവ്രവുമായ അനുഭവം എന്തുമാത്രം ശക്തമാണെന്ന് ഒരു ജീവിത സാക്ഷ്യം നമ്മൾ കുറച്ചു മുമ്പേ കേട്ടു. വിശുദ്ധ കുർബാന നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനമായിട്ട് മാറണം. പരിശുദ്ധ കുർബാനയിലെ കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിന്റെ ശക്തി സ്രോതസ്സായിട്ട് മാറണം. അവിടെയാണ് നമുക്ക് ജീവിതത്തിന്റെ അർത്ഥം കണ്ടെത്താൻ പറ്റുന്നത്, കണ്ണുകൾക്ക് തുറവി കിട്ടുന്നത്, വചനത്തിന്റെ ജ്വലനം അനുഭവിക്കാൻ പറ്റുന്നത്. പരിശുദ്ധ കുർബാന സ്വീകരിച്ചവർ തിരികെ പോകുന്നത് ജെറൂസലേമിലേക്കാണ്, ദൈവമേഖലയിലേക്കാണ്. മടുത്ത് നിരാശരായി, ദുഃഖിതരായി, താളം പിഴച്ചവരായി, തകർന്ന മനസ്സുമായിട്ട് പടിഞ്ഞാറോട്ട് നടന്നു പോയവർ നേരെ ദൈവസന്നിധിയിലേക്ക്, ദൈവമേഖലയിലേക്ക് തിരികെ നടക്കുകയാണ്. ജെറൂസലേമിലേക്ക് അവർ തിരികെ എത്തുന്നു. അപ്പസ്തോലന്മാരുടെ കൂട്ടായ്മയിലേക്കാണ് ഇവർ പ്രവേശിക്കുന്നത്. അവർ അപ്പസ്തോലന്മാർ ഒരുമിച്ചിരിക്കുകയായിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ട്.
അങ്ങനെ ഇരുന്ന അപ്പസ്തോലന്മാര് തങ്ങൾ കണ്ടുമുട്ടിയ കർത്താവിന്റെ സാന്നിധ്യത്തെക്കുറിച്ച്, പത്രോസിന് കർത്താവ് പ്രത്യക്ഷപ്പെടുന്നതിനെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ എമ്മാവൂസിലേക്ക് പോയ ക്ലെയോപ്പാസും കൂട്ടുകാരനും ചെന്നിട്ട് അവരുടെ അനുഭവം പങ്കുവെക്കുന്നത്. പ്രിയപ്പെട്ടവരെ, കർത്താവിനെ കണ്ടുമുട്ടുന്ന മനുഷ്യൻ സഭയുടെ അപ്പസ്തോലിക കൂട്ടായ്മയിലേക്കാണ് എത്തിച്ചേരേണ്ടത്. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ചിലപ്പോഴെല്ലാം സംഭവിക്കുന്നത്, എനിക്ക് വ്യക്തിപരമായ ഒരു ദൈവാനുഭവം ഉണ്ടായി, അതുകൊണ്ട് ഇനിയിപ്പോ ഞാൻ എന്റെ രീതിയിൽ അങ്ങ് നീങ്ങുന്നു എന്ന് പറയുന്ന ഒരുതരം തട്ടിക്കൂട്ട് ദൈവാനുഭവങ്ങളിലേക്ക് പോകാൻ പാടില്ല. എനിക്ക് വളരെ സന്തോഷം തോന്നി നമ്മുടെ തങ്കച്ചൻ ചേട്ടൻ പറഞ്ഞ ഒരു കാര്യം, സഭയോടുള്ള സ്നേഹം നമുക്കുണ്ടാവണം. കാരണം എന്നാ, തിരുസഭ കർത്താവിന്റെ തുടർച്ചയാണ്. സുവിശേഷങ്ങളിൽ, സമാന്തര സുവിശേഷങ്ങളിൽ, അതായത് മർക്കോസ്, മത്തായി, ലൂക്കാ സുവിശേഷങ്ങളിലൊക്കെ അതിന്റെ അവസാന ഭാഗത്ത് കർത്താവ് സ്വർഗാരോഹണ വേളയിലെ ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന, സ്ലീഹന്മാർക്ക് കൊടുക്കുന്ന ഉറപ്പെന്താണ്? ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് വളരെ കൃത്യമായിട്ട് കർത്താവിന്റെ വചനം പറയും, ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. അത് കർത്താവ് അപ്പസ്തോലിക സഭയിൽ തന്റെ സാന്നിധ്യം നൽകും എന്നുള്ളതിന്റെ കൂടി ഉറപ്പാണ്. അപ്പൊ ഈ അപ്പസ്തോലിക സഭയോടുള്ള നമ്മുടെ ബന്ധം ഈശോ മിശിഹായുടെ തുടർച്ചയായിട്ട് അപ്പസ്തോലന്മാരിൽ അധിഷ്ഠിതമായിട്ട് പത്രോസിനെ അതിന്റെ പ്രഥമ സ്ഥാനീയനാക്കിക്കൊണ്ട് കർത്താവ് രൂപപ്പെടുത്തിയെടുത്ത തിരുസഭയുടെ മകനും മകളുമാകാനുള്ള അതുല്യമായ ഒരു ഭാഗ്യമാണ്, അനുഗ്രഹമാണ് പ്രിയപ്പെട്ടവരെ നമുക്കൊക്കെ ലഭിച്ചിരിക്കുന്നത്. അതിനെക്കുറിച്ച് സന്തോഷിക്കാനും അഭിമാനിക്കാനും നമുക്ക് കഴിയണം. അഭിമാനിക്കാനായിട്ട് നമുക്ക് കഴിയണം, അഹങ്കരിക്കാനല്ല. എളിമയോടുകൂടി കർത്താവ് നമുക്ക് നൽകിയ വലിയ കൃപയ്ക്കനുസരിച്ച് ജീവിതം സമർപ്പിക്കാനായിട്ട് സാധിക്കണം. നമുക്ക് വിശുദ്ധ കൂദാശകളില്ലേ, പരിശുദ്ധ കുർബാനയിലെ ദൈവാനുഭവമില്ലേ? മാമോദീസായിൽ ആരംഭിക്കുന്നതാണ് ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധം എന്ന് ഓർത്തിരിക്കുക. മാമോദീസായിൽ ആരംഭിക്കുന്ന ഈ പരിശുദ്ധമായ ബന്ധം അപ്പസ്തോലന്മാര് തുടങ്ങി വെക്കുന്ന ആ സഭയുടെ തിരു സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട് എപ്പോഴും. സഭാപിതാക്കന്മാര് മാമോദീസ തൊട്ടിയെ സഭയുടെ ഗർഭപാത്രം എന്നാണ് വിളിക്കുന്നത്. അപ്പൊ സഭയുടെ ഗർഭപാത്രത്തിൽ വീണ്ടും ജനിച്ചുകൊണ്ട് ആരംഭിക്കുന്ന കർത്താവുമായിട്ടുള്ള ഈ ബന്ധം വിശുദ്ധ കുർബാന അനുഭവത്തിലൂടെ വളർത്തിയെടുത്ത്, വചന ശ്രവണത്തിലൂടെ ജ്വലിപ്പിച്ചെടുത്ത്, കുംഭസാരം എന്ന പരിശുദ്ധ കുർബാനയിലൂടെ പാപമോചനത്തിന്റെ കൃപ സ്വീകരിച്ചുകൊണ്ട് ഇങ്ങനെ നമ്മൾ മുൻപോട്ട് നടക്കുകയാണ്, മുൻപോട്ട് നീങ്ങുകയാണ് നമ്മുടെ ഈ തീർത്ഥാടനം. പ്രിയപ്പെട്ടവരെ, ഈ വലിയ ഭാഗ്യം കിട്ടിയവരാണ് നമ്മളെ ഓർത്തിരിക്കുക. സഭയാകുന്ന അമ്മയോട് ചേർന്നുകൊണ്ടുള്ള നമ്മുടെ യാത്ര അതിന്റെ ശരിയായ അർത്ഥത്തിലും ഗതിയിലും മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. അതൊരു വലിയ കൃപയായിട്ട് നമ്മുടെ ജീവിതത്തിൽ മാറട്ടെ. സഹോദരങ്ങളിലേക്ക് കൂടി, അവരുടെ ആവശ്യങ്ങളിലേക്ക് കൂടി കടന്നു ചെന്ന് ചിന്തിക്കുക. എനിക്ക്, ഞാനും എന്റെ ദൈവം എന്ന ചിന്തയല്ല ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിസ്ഥാനം. സഭ വിളിച്ചുകൂട്ടപ്പെട്ടവരുടെ സമൂഹമാണ്. എക്ലേസിയ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ അതാണ്, വിളിച്ചുകൂട്ടപ്പെട്ടവരുടെ സമൂഹം. അതുകൊണ്ട് ഒറ്റയ്ക്കുള്ള ഒരു ആധ്യാത്മികതയല്ല, കൂട്ടായ ഒരു ആധ്യാത്മികതയാണ് തിരുസഭയുടെ ആധ്യാത്മികത, അല്ലെങ്കിൽ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ആധ്യാത്മികത. ക്രിസ്തു ശിഷ്യത്വം ഒരു കൂട്ടുത്തരവാദിത്വമാണ്. എന്റെ സഹോദരന്റെ വേദനകളും എന്റേത് കൂടിയാണെന്ന തിരിച്ചറിവ്, അവന്റെ യാതനകളും ദുഃഖങ്ങളും ദുരിതങ്ങളും എന്റേത് കൂടിയാണെന്നുള്ള ആ ബോധ്യം. മാർപ്പാപ്പ, ശ്രദ്ധേയനായ ഫ്രാൻസിസ് പാപ്പ, കത്തോലിക്ക സഭയുടെ അമരത്തിരുന്നു കൊണ്ട് തിരുസഭയെ ഈ കാലഘട്ടത്തിന്റെ വെല്ലുവിളികൾക്കനുസരിച്ച് ധീരമായിട്ട് നയിക്കാൻ സവിശേഷമായ വിധം തെരഞ്ഞെടുക്കപ്പെട്ട ആ വലിയ പിതാവ്, അദ്ദേഹത്തിന്റെ നോമ്പുകാല സന്ദേശത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. പിതാവ് സങ്കടത്തോടുകൂടി പറയുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ? ഇന്ന് ഏറ്റവും വലിയ ഒരു പാപം അല്ലെങ്കിൽ ദുരന്തം നിസ്സംഗതയുടെ ആഗോളീകരണമാണെന്ന്. നിസ്സംഗതയുടെ ആഗോളീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്റെ കാര്യം എന്ന മാത്രമുള്ള ചിന്ത, എനിക്ക് എന്റെ സ്വന്തം കാര്യം മാത്രം, കൂടി വന്നാൽ എന്റെ കുടുംബവും, അതും ചിലപ്പോഴേ ഉള്ളൂ. അങ്ങനെ സ്വന്തം കാര്യത്തിൽ മാത്രം ഒതുങ്ങി നിന്നുകൊണ്ട് അവരനെ മാറ്റി നിർത്തുന്ന, തന്നിഷ്ടങ്ങൾക്കനുസരിച്ച് മാത്രം ജീവിക്കുകയും തീരുമാനിക്കുകയും ചെയ്യുന്ന നിസ്സംഗതയുടെ ഗൗരവമായ പാപം ഈ കാലഘട്ടത്തിൽ പരക്കെ വ്യാപിച്ചിട്ടുണ്ടെന്നാണ് പരിശുദ്ധ പിതാവ് എടുത്തു പറയുന്നത് വളരെ സങ്കടത്തോടുകൂടി. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളുമൊക്കെ ആത്മപരിശോധന ചെയ്യണം ഈ രാത്രിയിൽ. നിസ്സംഗത നമ്മുടെയൊക്കെ ജീവിതത്തെ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിച്ചിട്ടുണ്ടോ എന്ന്. എന്റെ ചിന്ത, എന്റെ തീരുമാനങ്ങൾ, എന്റെ ഇഷ്ടം, എന്റെ സുഖം, അതിൽ കൂടുതലൊന്നുമില്ല. അതിനപ്പുറത്ത് എനിക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല. ഞാനും എന്റെ ഇഷ്ടവും എന്ന് മാത്രം ചിന്തിക്കുന്നത് ഒരിക്കലും ക്രൈസ്തവോചിതമല്ല, ക്രിസ്തു ശിഷ്യത്വത്തിന്റെ എതിരായ ഒരു ശൈലിയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് മറ്റുള്ളവരെ കുറിച്ച് ബോധപൂർവം ചിന്തിക്കാം, അവരുടെ ആവശ്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാം. നല്ല സമറിയാക്കാരന്റെ ഉപമയെ കുറിച്ച് നമുക്ക് അറിവുള്ളതാണ് നന്നായിട്ട്. ഈശോ പറഞ്ഞു വെക്കുന്ന ഉപമയില് അയാൾ അവിടെ ഈ മുറിവേറ്റവനെ കണ്ടിട്ട് തന്റെ കഴുതിയെ നിർത്തിയിട്ട് ഇറങ്ങി വന്നിട്ട് അവന്റെ മുറിവുകൾ വെച്ച് കെട്ടി തന്റെ സമ്പത്തും കഴിവും സമയവും ഒക്കെ അവന് വേണ്ടിയിട്ട് പങ്കുവെക്കുന്ന ഒരു വിശാല ഹൃദയത്തിന്റെ സമർപ്പണം നമ്മൾ കാണുന്നുണ്ട് അവിടെ. അയൽപക്കങ്ങളിലേക്ക് കൂടി നമുക്ക് തിരിയാൻ കഴിയണം.
ആരും നമ്മുടെ സ്നേഹത്തിന്റെ വലയത്തിന് പുറത്തുണ്ടാകാൻ പാടില്ല. നമ്മുടെ ചുറ്റുവട്ടങ്ങളിലൊക്കെ മുറിവേറ്റ മനുഷ്യരുണ്ടെന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം. നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ കുടുംബത്തിൽ പോലും അവഗണിക്കപ്പെട്ടവർ കാണും. വൃദ്ധരായ മാതാപിതാക്കൾ അവഗണിക്കപ്പെടുന്നുണ്ടെങ്കിൽ ദൈവത്തിന് മുമ്പാകെ നമ്മൾ കണക്ക് പറയേണ്ടി വരും. ഏതെങ്കിലും ബലഹീനതയുള്ള കുഞ്ഞുങ്ങൾ കുടുംബത്തിൽ അവഗണിക്കപ്പെടുന്നുണ്ടെങ്കിൽ ഉത്തരം പറയേണ്ടി വരും മാതാപിതാക്കള്. ഏതെങ്കിലും സഹോദരങ്ങൾ കുടുംബത്തിൽ അവഗണിക്കപ്പെടുന്നുണ്ടെങ്കിൽ ഉത്തരം പറയേണ്ടി വരും ദൈവത്തിന്റെ തിരുമുമ്പിൽ. അയൽവക്കങ്ങളിൽ വേദനിക്കുന്നവരുണ്ടെങ്കിൽ, അത്താഴപ്പട്ടിണിക്ക് മുട്ടുള്ളവരുണ്ടെങ്കിൽ, ഏതെങ്കിലും മുറിവേറ്റവരുണ്ടെങ്കിൽ, പാർശ്വവൽക്കരിക്കപ്പെട്ടവരുണ്ടെങ്കിൽ അവരെക്കുറിച്ചുള്ള കരുതലില്ലാതെ നമുക്കൊരിക്കലും സ്വർഗത്തിൽ എത്തിച്ചേരാൻ പറ്റുകയില്ല. അതല്ലേ ധനവാന്റെയും ലാസറിന്റെയും ഉപമ. ധനവാൻ ഒരു തരത്തിലും ലാസറിനെ ഉപദ്രവിച്ചിട്ടില്ലെന്ന് നമുക്കൊക്കെ അറിവുള്ളതാണ്. പക്ഷേ ലാസർ സ്വർഗത്തിലിരിക്കുമ്പം ധനവാന് നിത്യശിക്ഷയിലാണെന്ന് നമ്മൾ ഓർത്തിരിക്കണം. ചെയ്യേണ്ട നന്മകൾ ചെയ്യാതിരിക്കുക, അവരെന്റെ സങ്കടങ്ങളും മുറിവുകളും തിരിച്ചറിയാതിരിക്കുക ഗൗരവപരമായ ഒരു തെറ്റാണ്. വളരെ ഗൗരവതരമായ ഉപേക്ഷയുടെ പാപം എന്നുള്ള വലിയൊരു തെറ്റ്. ഈ നിസ്സംഗതയുടെ കൊടിയ പാപത്തിലായിരിക്കുന്ന ഈ ലോകത്തിന്റെ ഭാഗമായിട്ട് എന്റെ ജീവിതവും ഏതെങ്കിലും തരത്തിൽ പ്രിയപ്പെട്ടവരെ മാറുന്നുണ്ടോ എന്ന് വളരെ ബോധപൂർവം അടുത്ത് പരിശോധിക്കാനായിട്ട് കർത്താവിന്റെ വചനം ഇന്ന് രാത്രിയിൽ നമ്മോട് ആവശ്യപ്പെടുകയാണ്. അതുകൊണ്ട് എമ്മാവൂസ് ശിഷ്യന്മാരെ പോലെ നമുക്കും ഇതിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയട്ടെ. അകൽച്ചകളുടെ തകർച്ചകളുടെ വഴിവിട്ട് വചനത്താൽ ജ്വലിച്ചുകൊണ്ട് വിശുദ്ധ കുർബാന അർപ്പണത്തിലൂടെ യഥാർത്ഥ കാഴ്ച കിട്ടിയ മനുഷ്യരായിട്ട് സഹോദരങ്ങളെ കുറിച്ചുള്ള കരുതലോടുകൂടി ജീവിക്കാൻ നമുക്ക് കഴിയണം. ഒരിക്കൽ ഒരു കൊച്ചുകുട്ടി അവന്റെ ഇളയ കുട്ടിയെ, ഏതാണ്ട് അവനോടും തന്നെ വലുപ്പമുള്ളതാ, തോളിൽ ഇങ്ങനെ എളിയിൽ വലിയ കഷ്ടപ്പെട്ട് എടുത്തു പിടിച്ചുകൊണ്ട് നടക്കുക. അപ്പൊ ആരോ ഒരാള് വീട്ടിലേക്ക് കയറി വന്ന ആള് ചോദിച്ചു, മോനെ നിനക്ക് വലിയ ഭാരമല്ലേ ഇത്? അപ്പൊ അവൻ പറഞ്ഞു, ഇത് ഭാരമല്ല, എന്റെ കുഞ്ഞാങ്ങളെയാണ്. ഭാരം സ്നേഹമില്ലാത്തടത്താണുള്ളത്. നമുക്ക് പലതിനും സമയമില്ല, പലതും ഭാരമാണ്, പലതും ബുദ്ധിമുട്ടാണെന്നൊക്കെ പറയുന്നതിന്റെ കാരണം സ്നേഹമില്ലാത്തത് കൊണ്ടാണ്. സ്നേഹമുള്ളിടത്ത് ഭാരമില്ല, സ്നേഹമുള്ളിടത്ത് സമർപ്പണവും പങ്കുവെക്കലും എല്ലാം സ്വാഭാവികമായിട്ട് വരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ കാലഘട്ടത്തിൽ ഒത്തിരിയേറെ പങ്കുവെക്കലിന്റെ ആവശ്യകതയുണ്ട്. നമുക്കുള്ളത് നമ്മുടെ മാത്രമാണെന്ന് ഒരിക്കലും കരുതാതിരിക്കട്ടെ. മറ്റുള്ളവർക്ക് കൂടി അവകാശമുള്ളതാണെന്ന ചിന്തയോടുകൂടി, അത് അറിവാണേലും കഴിവാണേലും സമ്പത്താണെങ്കിലും എന്തായിരുന്നാലും അങ്ങനെ കാണാനും വിനിയോഗിക്കാനും നമുക്ക് സാധിക്കട്ടെ. വേദനിക്കുന്നവർക്ക് വേണ്ടിയുള്ള ശുശ്രൂഷകൾ ഇന്ന് ധാരാളം വളർന്നിട്ടുണ്ട് പലതരത്തിൽ. ഒരു വശത്ത് അതിനോടൊക്കെ സഹകരിക്കാൻ നമുക്ക് കഴിയണം. ആകാശ പറവകൾക്ക് വേണ്ടിയിട്ടുള്ള ശുശ്രൂഷകള്, തറവറ ശുശ്രൂഷകള്, ഇങ്ങനെ ഒത്തിരി മേഖലകളിൽ അവിടെയൊക്കെ നമുക്ക് നമ്മുടേതായ രീതിയിൽ പങ്കുചേരാൻ കഴിയണം. അങ്ങനെ തമ്പുരാന്റെ വലിയ കൃപയിൽ ചേർന്ന് നിൽക്കാനായിട്ട് നമുക്ക് കഴിയട്ടെ. എമ്മാവൂസ് ശിഷ്യന്മാരോട് ചേർന്നുകൊണ്ട് നമുക്കും കർത്താവെ കൂടെ വസിച്ചാലും എന്ന് പ്രാർത്ഥിക്കാം. വിശുദ്ധ കുർബാന നമ്മുടെ ജീവിത അനുഭവമാക്കി മാറ്റാം. വചനം നമ്മുടെ ജീവിതത്തിന് വഴികാട്ടിയായിട്ട്, പാതകളിൽ പ്രകാശമായിട്ട്, വിളക്കായിട്ട് മാറട്ടെ. അങ്ങനെ ഒരു പുതിയ ചുവടുവെപ്പ് ഇന്ന് ഈ രാത്രിയിൽ നമുക്ക് നടത്താൻ കഴിയണം.